ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൊപ് സ്കെയിൽ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പ്രകാരം മനസ്സിലാക്കാം, കേരള PSC HSA അല്ലെങ്കിൽ പണ്ട് HSA ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഹൈസ്കൂൾ ടീച്ചറാണ്. സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 7-ാം തീയതിയാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ, അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ രത്ന ചുരുക്കമാണ് ഇവിടെ പറയുന്നത്. നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിൽ നമ്മൾ നോക്കുമ്പോൾ പ്രീ റിവൈസ്ഡ് സ്കെയിലാണ്, പുതുക്കിയ സ്കെയില്, എലിജിബിലിറ്റി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, കൊമേഴ്സുകാർ എലിജിബിൾ ആണോ എന്നുള്ളതൊക്കെ പ്രത്യേകം നമ്മൾ പരാമർശിക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ തുളസി പ്രൊഫൈലിൽ ഇൻഎലിജിബിലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം, ഒരു സിലബസ്, അതിൻ്റെ ഒരു സിലബസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ നമ്മളുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ. HSA കോഴ്സ് നമ്മൾ പുതിയൊരു ബാച്ച് 14/6/2021 ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റൊട്ടേഷൻ ചാർട്ട്, കട്ട് ഓഫ്, ഏത് ജില്ലയിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് റൊട്ടേഷൻ ചാർട്ട്, ഏറ്റവും പുതിയ നിയമന നില, അതായത് നമ്മുടെ ഇപ്പോൾ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ നിയമന നില എന്നീ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, HSA സംബന്ധിച്ച് A to Z കാര്യങ്ങളാണ് സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് 2ാം തരംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഓൺലൈൻ മെത്തേഡിലൊക്കെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായുള്ള അധ്യാപകർക്ക് ജോലിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നവർ വളരെയധികം, നമ്മളൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ദേ ആർ വെരി മച്ച് ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ദിസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. കാരണം സാധാരണ എല്ലാത്തിനേക്കാൾ ബേർഡനായി വരികയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ, ഇഫ് യു ഹാവ് അതിനുള്ളൊരു പേഷ്യൻസ്, ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് വളരെ ഒരു ചാമിങ് ഫുൾ ഒരു തസ്തികയാണ് ഇന്നത്തെ ഈ ഒരു രീതിയിൽ. അതിൻ്റെ പേപ്പർസും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മളുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് 24 hours ജോബായി മാറിയ പോലെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ആഗോള നിലവാരത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം. വിശ്രമം എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിനൊപ്പം ഇരിക്കുക, അവരുമായിട്ട് ആസ്വദിക്കുക, ബാക്കിയുള്ള പുറത്തെങ്ങടേലും പോകുന്നുണ്ടെങ്കിൽ പോവുക. ഇപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ. അതൊക്കെ പെട്ടെന്ന് കഴിയും. ഇപ്പോൾ വാക്സിനേഷനൊക്കെ അതിൻ്റെ രീതിയിൽ തുടങ്ങി. അപ്പോൾ ലൈഫ് ഹാസ് ടു ബി ആൻ ഇക്വലിബ്രിയം. സാധാരണഗതിയിൽ എല്ലാവർക്കും ഈ ഒരു ജോബിൽ വരുന്ന സമയത്തൊരു പ്രശ്നം വരുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്ലാസ് പോലെയാണത്. അപ്പോൾ ഇത് ജോബ് എന്നുള്ളതിൻ്റെ അടിത്തട്ടിലേക്ക് പോയിട്ട് എപ്പോഴും ജോബ് മാത്രമായിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് പറയുക, എപ്പോഴും വിശ്രമമായിട്ടിരിക്കാൻ പാടില്ല. ദിസ് മസ്റ്റ് ബി ഗോ ടു ബി എൻ ഇക്വലിബ്രിയം. ജോബും അതുപോലെ നിങ്ങളുടെ ആ പറയുന്ന ലൈഫും ഒരു ഇക്വലിബ്രിയത്തിൽ പോകണം. നമുക്ക് ജീവിക്കാൻ ജോലി വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ജോലി എടുക്കണം. അപ്പോൾ ഒരു ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് തസ്തിക എന്ന് പറയുമ്പോൾ വളരെ ഒരു ചാമിങ് ഫുൾ തസ്തികയാണ്. അതിൻ്റെ പേപ്പർസും പിന്നെ ഈ രീതിയിലുള്ള അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു പബ്ലിക് സിസ്റ്റത്തിൽ ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അതായത് ഹാഫ് സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട്, 70% കിട്ടുന്ന ആൾക്കാരുണ്ട്, പിന്നെ തരാം അതന്നെ കൃത്യമായ ഇൻ്റർവെൽസിലൊന്നല്ല കിട്ടുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, കാരണം മാനേജ്മെൻറ്റുകൾക്ക് അവരുടേതായ ഒരു പരിമിതികൾ ഉണ്ടാവും. ഈ സമയത്ത് രക്ഷിതാക്കൾ അതിൻ്റെ ഫീസ് കൃത്യമായി അടയ്ക്കുന്നുണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. വാട്ട് എവർ മേ ബി, ദ ടീച്ചേഴ്സ് ഈസ് വെരി മച്ച് ഫ്രസ്ട്രേറ്റഡ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പബ്ലിക് സിസ്റ്റത്തിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്താ പറയുക, ടീച്ചേഴ്സ് പല രീതിയിലേക്കും കോവിഡ് കാര്യങ്ങൾക്കൊക്കെ ടീച്ചേഴ്സ് പണിയെടുക്കുന്നുണ്ട്. നിലവിൽ ലോക്ക്ഡൗണൊക്കെ വരുന്ന ആദ്യത്തെ ലോക്ക്ഡൗണിലൊക്കെ 2-3 മാസം വീട്ടിലിരുന്നാലും കൃത്യമായ ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ HST സോഷ്യൽ സയൻസ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഡ്രീം, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഒരു ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു. അപ്പോൾ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. ഗസറ്റഡ് ഡേറ്റ് 2/6/2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 7/7/2021 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏജ് കണക്കാക്കുന്നത് ഈ വർഷം അതായത് ഈ വർഷം 2021 ജനുവരി 1 നിങ്ങളുടെ പ്രായമാണ് അവിടെ കണക്കാക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു എന്താ പറയുക, ഒരു കലണ്ടർ ഇയറിൽ വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം ആ കൊല്ലത്തെ ജനുവരി 1 അനുസരിച്ചാണ് പ്രായം കണക്കാക്കേണ്ടത്.
അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാം 40 വയസ്സാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ജനറൽ കാൻഡിഡേറ്റ്സിന് 40 വയസ്സാണ് പ്രായപരിധി. അപ്പോൾ ജനുവരി 1 40 എന്നുള്ളത് പൂർത്തീകരിക്കാൻ പാടില്ല, 39 മാസം ചില്ലറ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഫെബ്രുവരി 10 അപ്പോൾ ഫെബ്രുവരി 10 എന്ന് പറയുമ്പോൾ ജനുവരി 1 അയാൾക്ക് എന്താണ് 39 വയസ്സാണ് അയാൾക്ക് ജനുവരി 1 അയാൾക്ക് എന്നേ ആവുന്നുള്ളൂ, ഫെബ്രുവരി 10 40 വയസ്സാവുന്നുള്ളൂ. സോ ഹീസ് എലിജിബിൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഗസറ്റഡ് ഡേറ്റ് വെച്ചിട്ടല്ല നമ്മുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏജ് ഈസ് കാൽക്കുലേറ്റഡ്, PSC ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷത്തെ. അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇയർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷനാണ്, ഹൈസ്കൂൾ ടീച്ചർ, സോഷ്യൽ സയൻസ്, മലയാളം മീഡിയം. ഇവിടെ തസ്തിക പറഞ്ഞുകൊടുത്ത് എന്താ പറയുക, സ്കെയിൽ ഓഫ് പേ പറഞ്ഞുകൊടുത്ത് പ്രീ റിവൈസ്ഡ് സ്കെയിൽ, അത് PR എന്നുള്ളത് ഉദ്ദേശിച്ചത് പ്രീ റിവൈസ്ഡ് സ്കെയിലാണ്. 14 ജില്ലകളെയും നോട്ട് എസ്റ്റിമേറ്റഡ്. നോട്ട് എസ്റ്റിമേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഈ പറയുന്ന തസ്തികകളുടെ എല്ലാം എന്താ പറയുക, ഒരു റാങ്ക് ലിസ്റ്റ് ഒരു 8-ാം മാസം 9, ചിലത് 6-ാം മാസത്തിൽ 7-ാം മാസത്തിൽ, ഒരുവിധം 9-ാം മാസം 10-ാം മാസമൊക്കെ ആയിട്ടാണ് ഈ ക്യാൻസൽ ആവുന്നത്. അപ്പോൾ പുതിയൊരു പരീക്ഷ നടത്തി അത് വന്ന് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് പിന്നെ ഒരു 3 കൊല്ലത്തെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇതിലുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇനി ഒരു 2-3-4 വർഷത്തിലേക്ക് എന്ന് പറയുന്നത് സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ റിട്ടയർമെൻറ്റ്, എസ്പെഷ്യലി ഈ ഒരു ടീച്ചിങ് സൈഡിൽ ഏറ്റവും കൂടുതൽ റിട്ടയർമെൻ്റ് ഉള്ള ഇയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രൈമറിലി നമുക്ക് 2 കാര്യങ്ങൾ പറയാം. ഏറ്റവും കൂടുതൽ തസ്തിക വരും, കാരണം ഒരുപാട് പേര് വിരമിച്ച് പോകും. പിന്നെ രണ്ടാമത് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഈ രീതിയിൽ നമ്മളുടെ സാധാരണ വിദ്യാലയങ്ങളിലേക്ക് മറ്റുള്ള CBSE അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളുടെ ഒഴുക്ക് ധാരാളമായി വരുന്നുണ്ട്. കാരണം പല ആൾക്കാർക്കും അവിടെ ഈ രീതിയിൽ ആ ഒരു എന്താ പറയുക ഫീസ് കൊടുത്തിട്ട് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ട് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ ഒരു ഒഴുക്കുണ്ട് എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ടീച്ചിങ് തസ്തികകൾ കൂടുകയുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞു റിട്ടയർമെൻറ്റ് ഇയർ, ഓട്ടോമാറ്റിക്കലി അല്ല, റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലുള്ള വർഷങ്ങളാണ് ഇനി വരുന്ന വർഷങ്ങൾ. അപ്പോൾ ആ രീതിയിലെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് പിന്നെ മറ്റൊരു കാര്യം, കേട്ടറ്റ് വളരെ നിർബന്ധമാക്കി. കേട്ടറ്റ് 3 ആണ് വേണ്ടത്, കേട്ടറ്റ് 3. അപ്പോൾ ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കായി ബന്ധപ്പെട്ടപ്പോൾ കേട്ടറ്റ് 2 ഉള്ളവർക്കൊക്കെ നേരത്തെ എലിജിബിൾ കാണിച്ചിരുന്നു, മാത്സ് നാച്ചുറൽ സയൻസ് ഒക്കെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് അതിൽ തന്നിട്ടുള്ളത് കേരള മസ്റ്റ് ഹാവ് പാസ്ഡ് കേരള എലിജിബിലിറ്റി ടെസ്റ്റ് 1, 2, 3 എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ല. അത് നിങ്ങൾ ജോയിൻറ്റ് സെക്രട്ടറിക്ക് മെയിൽ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാങ്കേതികമായി അത് ഉദ്യോഗാർത്ഥികൾ പരിശോധിക്കേണ്ടതാണ് ഏതൊക്കെ നിലവാരത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അവിടെ നമുക്ക് ഉറപ്പാണ് ഹൈസ്കൂൾ ടീച്ചർ ആവണമെങ്കിൽ കേട്ടറ്റ് 3 നിർബന്ധമാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരുന്നതിന് മുമ്പ് പ്രീ റിവൈസ്ഡ് സ്കെയിൽ ഞാൻ പറഞ്ഞു, വളരെയധികം ഒരു ചാമിങ് ഫുൾ തസ്തികയാണ് ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എന്നുള്ളത്. അപ്പോൾ പണ്ട് അതിൻ്റെ ബേസിക് പേ സ്റ്റാർട്ടിംഗ് പേ എന്ന് പറയുന്നത് 29,200 ആയിരുന്നു. അത് ചേഞ്ച് ചെയ്തിട്ട് എന്തായി, നൗ ഇറ്റ് ഈസ് 41,300, 41,300 രൂപയാണ് ഇപ്പോൾ ഒരു ഹൈസ്കൂൾ ടീച്ചറായിട്ട് എൻട്രി കേഡറിൽ, അതായത് കയറുന്ന ഒരാൾക്കുള്ള ബേസിക് പേ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ നിലവാരത്തിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൽ കൊടുക്കുന്ന ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 7% ആണ്. DA എന്ന് പറയുന്നത്, ഡിയർനെസ് അലവൻസ് ഈസ് 7%. അത് ഈ ബേസിക്കിൻ്റെ മുകളിലാണ്. ബേസിക്കിൻ്റെ 7% DA കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് HRA എന്നുള്ളത് പുതുക്കിയ ശമ്പള കമ്മീഷൻ്റെ തീരുമാനപ്രകാരം HRA എന്ന് പറയുന്നത് കോർപ്പറേഷൻ ലിമിറ്റുകളിൽ ബേസിക്കിൻ്റെ 10%, ഡിസ്ട്രിക്ട് ഹെഡിൽ 8%, മുനിസിപ്പാലിറ്റികളിൽ 6%, പഞ്ചായത്തിൽ 4%. അപ്പോൾ DA 7% കറൻ്റ്ലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ബേസിക്കിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ കോർപ്പറേഷൻസിലാണെങ്കിൽ 10% ഓഫ് ബേസിക് പേ ആണ് HRA ആയിട്ട് വരുന്നത്. ഡിസ്ട്രിക്ട് ഹെഡിലാണെങ്കിൽ 8% ഓഫ് ബേസിക് പേ, മുനിസിപ്പാലിറ്റിയിൽ 6%, പഞ്ചായത്തിൽ 4%. അപ്പോൾ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കോർപ്പറേഷൻ ലിമിറ്റിൽ HST ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുടെ പേപ്പർക്സ് എന്ന് പറയുന്നത് ഗ്രോസ് പേ സാലറിയാണ് ഞാൻ പറയുന്നത് 48,321 ആണ്. ഡിസ്ട്രിക്ട് ഹെഡിൽ 47,495 ആണ്. മുനിസിപ്പാലിറ്റിയിൽ 46,669 രൂപയാണ്. പഞ്ചായത്തിൽ 45,963. അപ്പോൾ നമ്മൾ ഒരു പഞ്ചായത്ത് മേഖലയിലാണെങ്കിൽ പോലും 46,000 രൂപ ഗ്രോസ് സാലറിയുള്ള ഒരു തസ്തികയായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന തസ്തിക നിലനിൽക്കുന്നത്. അപ്പോൾ പേ പ്രക്സിൽ വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, പഴയ പേ സ്കെയിലല്ല. അപ്പോൾ ഈ പുതിയ പേ സ്കെയിൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടുന്നത് വേറൊന്നിനും മാത്രമല്ല, നമുക്ക് തന്നെ ഒരു ഊർജ്ജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് യു ആർ ക്വാളിഫൈഡ് ഫോർ ദിസ് സബ്ജക്റ്റ്, നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആ പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സുവർണ അവസരം പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കുക. കാരണം
അത്രയും നല്ലൊരു ഇതിലാണ് പേപ്പർക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സാമൂഹികമായി നോക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് വളരെയധികം വിലയുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളൊരു ഭാഗത്ത് പോയി താമസിക്കുകയാണ്, ഇഫ് യു ആർ എംപ്ലോയിഡ് ഇൻ അവിടുത്തെ അടുത്തൊരു സ്കൂളിലെ ടീച്ചറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വളരെയധികം ഒരു വിലയുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസിലേക്ക് വരാം. നോട്ടിഫിക്കേഷൻ പ്രകാരം ഞാൻ പറഞ്ഞു ഓൾറെഡി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ പറയുന്ന കേട്ടറ്റ് 3. അപ്പോൾ കേട്ടറ്റ് 3ൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കേട്ടറ്റ് 3 എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ചാൻസിൽ പാസ്സായിട്ട്, നമുക്കറിയാം ജനുവരിയിലാണ് എക്സാമിനേഷൻ നടന്നത്, നീണ്ടു പോയി. മാത്സുകാർക്കും നാച്ചുറൽ സയൻസുകാർക്കും അത് ആ ഒരു ഇത് കിട്ടിയില്ല. സോഷ്യൽ സയൻസ് ഇപ്പോൾ വന്നതുകൊണ്ട്, ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ലാസ്റ്റ് നടന്ന കേട്ടിട്ട് എഴുതിയ ആൾക്കാരും എലിജിബിൾ ആണ്. അവർക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ഇപ്പോൾ കിട്ടേണ്ടതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് റിസൾട്ട്, നമ്മൾക്ക് PSCയെ സംബന്ധിച്ച് എന്തേ വേണ്ടു, ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി പറഞ്ഞു 7/7/2021 ആണ്. അപ്പോൾ ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ഒബ്റ്റെയിൻഡ് ഓൾ ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ. ഇതിൽ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ നമ്മൾ അവിടെ സാങ്കേതികമായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, ധൃതി പിടിച്ച് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടറ്റ് 3യുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ നോക്കിയാൽ കിട്ടും, ഹാൾ ടിക്കറ്റിൽ നോക്കിയാൽ കിട്ടും. പിന്നെ അതിൽ പാസ്സായ മന്ത് ആൻഡ് ഇയർ, അത് പാസ്സായ വർഷവും അതിൻ്റെ മാസവും മാത്രം കൊടുക്കുക. എന്നിട്ട് അത് സേവ് ചെയ്തിട്ട് കേട്ടറ്റ് 3 സേവ് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ കേട്ടറ്റ് 2 മാത്രമേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ കേട്ടറ്റ് 2 ആണെങ്കിലും എലിജിബിൾ എന്ന് കാണിക്കും സാങ്കേതികമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ അവിടെ നിങ്ങൾ എലിജിബിൾ അല്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. കേട്ടറ്റ് 3 പാസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു പറയുന്ന വിശദാംശങ്ങൾ ഇത്ര മാത്രമേ വേണ്ടൂ. രജിസ്റ്റർ നമ്പർ, പാസ് ഇയർ ആൻഡ് ഏത് മാസത്തിലാണ് അത് പാസ്സായിട്ടുള്ളത്, അതിൻ്റെ പെർസെൻറ്റേജ്, അത് എത്ര പെർസെൻറ്റേജ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നുള്ള കാര്യം മാത്രം അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യുക. അത് നിങ്ങളുടെ പ്രൊഫൈലിൽ സേവ് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ എന്താ പറയുക അയക്കുന്നതിലേക്ക് തിരിയുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ കേട്ടറ്റ് 3 എന്ന് പറയുന്നത് ഇല്ലാതെ അപ്ലൈ ചെയ്യുന്ന യു വിൽ ബി നോൺ ക്വാളിഫൈഡ്, നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവില്ല നിങ്ങൾ. അപ്പോൾ കേട്ടറ്റ് 3 ഇൻക്ലൂഡ് ചെയ്തിട്ട് അയക്കുക. ഇനി നമ്മൾക്കറിയാം MPhil ഇൻ ദ കൺസേൺഡ് സബ്ജക്റ്റിലെ MPhil അവാർഡഡ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇക്വലന്റ് ബൈ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതായത് കേരളത്തിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ പ്രസ്തുത ഇതിൽ പറയുന്ന താഴെ പറയുന്ന തസ്തികകളിൽ എടുത്തിരിക്കുന്ന എന്താ പറയുക ഈ രീതിയിലുള്ള MPhil ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എലിജിബിൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അതല്ലെങ്കിൽ മറ്റുള്ള സർവകലാശാലകൾ, കേരളത്തിൽ നിന്നല്ലാത്ത മറ്റുള്ള സർവകലാശാലകളിൽ നിന്ന് എടുത്തുന്ന MPhil ആണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല അത് അംഗീകരിക്കണം. അതായത് അതിനുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം അതിനു മുമ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, അത് പറയുന്നതിന് മുമ്പ് ഈ ഒരു പേജാണ് ആദ്യം വരുന്നത്. 18 to 40 വയസ്സാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു 18 to 40 വയസ്സാണ് അതിൻ്റെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത്. 18 മുതൽ 40 വയസ്സാണ്. സാധാരണ PSC തസ്തികകളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 36 വയസ്സാണ്. ഇവിടെ 40 വയസ്സാണ്. അപ്പോൾ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ദ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1981 to 1/1/2003. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് നമ്മളുടെ ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു PSC എല്ലാം ജനുവരി 1 വെച്ചാണ് പ്രായം കണക്കാക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇതിൽ ഇൻക്ലൂഡഡ് ആണോ, ബോത്ത് ദ ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ്, അതും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഡേറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണോ നിങ്ങൾ ഫാൾ ചെയ്യണത് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് 3 വർഷവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി വേണം, ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്റ്റ്, പിന്നെ BEd വേണം, പിന്നെ മസ്റ്റ് ഹാവ് പാസ്ഡ് കേരള എലിജിബിലിറ്റി ടെസ്റ്റ്. അവിടെയാണ് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വിങ്ങിൽ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അവിടെ കേട്ടറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഏത് കേട്ടറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും എലിജിബിൾ എന്ന് കാണിക്കും. പക്ഷേ ദയവ് ചെയ്ത് കേട്ടറ്റ് 2 ഉള്ളവർ അപ്ലൈ ചെയ്യരുത്. അത് നിങ്ങളുടെ UP എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിനെ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം PSC പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ത്, നിങ്ങളൊരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ യോഗ്യതകളെല്ലാം ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം പരീക്ഷാ ഭവൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അതായത് കേട്ടറ്റ് 1 എന്തിനാണ്, കേട്ടറ്റ് 2 എന്തിനാണ്, HST തസ്തികയ്ക്ക് കേട്ടറ്റ് 3 പാസ്സാവണം എന്നുള്ളത് കേരള പരീക്ഷാ ഭവൻ നിർബന്ധമായും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് കേട്ടറ്റ് 3 ഏതാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അതാത് ഉദ്യോഗാർത്ഥികളാണെന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ വിങ്ങിൽ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ വിവരം.
അത് നമ്മൾ എന്നാലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടറ്റ് 3 എന്നുള്ള സാങ്കേതികമായി അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിൽ എന്നുള്ളതിൽ അതിന് ജോയിന്റ് സെക്രട്ടറിക്ക് മെയിൽ അയക്കാനൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കേട്ടറ്റ് 2 ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ. കേട്ടറ്റ് 3 പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞത് പ്രകാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് നിങ്ങൾ അതിൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യുക. കേട്ടറ്റ് 3 ഇല്ലാത്ത ആൾക്കാരെ ഈ കേട്ടറ്റ് 2 ഉള്ള ആൾക്കാർ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. യു ആർ നോട്ട് എലിജിബിൾ. നിങ്ങൾ അത് അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിക്കും. ഇനി കേട്ടറ്റ് 3 ഇല്ല എങ്കിൽ എംഫിൽ ആണെങ്കിൽ എംഫിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പ്രസ്തുത എംഫിൽ അല്ലെങ്കിൽ ആ പറയുന്ന എന്താ പറയുക യോഗ്യത എന്ന് പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല അംഗീകരിച്ചിട്ടുണ്ടാവണം. ആ എംഫിൽ ഡിഗ്രി എന്ന് പറയുന്നത് പുറത്തുനിന്നാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല ഇക്വലൻസി തരാൻ തയ്യാറാണെങ്കിൽ യു ആർ എലിജിബിൾ. പിന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞത് അപ്ലിക്കൻ ഷുഡ് ഹാവ് ടേക്കൺ ഹിസ്റ്ററി. സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ്: ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റിക്സ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റിക്സുകാർക്ക് പ്രശ്നമില്ല, കാരണം അവർക്കറിയാം, അത് അവർ എപ്പോഴും എലിജിബിൾ ആയിട്ടുള്ളതാണ്. കൊമേഴ്സുകാരാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയം. കൊമേഴ്സുകാർക്ക് ഇപ്പോഴും ഒരു ആത്മവിശ്വാസം വന്നിട്ടില്ല ഇതിലേക്ക് പഠിക്കാനിരിക്കാൻ. അപ്പോൾ കൊമേഴ്സുകാരെ നമ്മളെ എപ്പോഴും വിളിക്കുന്ന സമയത്ത് നമ്മൾ എലിജിബിൾ ആണോ സാർ, ഇനിയിപ്പോൾ അവർ കേസിന് പോവോ, അങ്ങനെ ഉണ്ടോ. നിങ്ങളിപ്പോൾ എന്താ നോക്കേണ്ടത്, ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, BCom along with B.Ed Commerce will be considered for this post. അപ്പോൾ യു ആർ പ്രൈമർലി എലിജിബിൾ ഫോർ ദിസ് പോസ്റ്റ്. ബാക്കി വരുന്നിടത്ത് ഇപ്പോൾ മറ്റുള്ള സബ്ജക്റ്റുകാർ കേസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് കേസിന് പോകാനുള്ള ഒരു എന്താ പറയുക ഒരു റൈറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നു, അത് പ്രകാരം ഞാനൊരു കോഴ്സ് എടുത്തു, ഞാനത് പഠിക്കാൻ തുടങ്ങി, ദിനരാത്രങ്ങൾ പഠിച്ചു, കോടതിയിൽ കേസ് വരുന്ന ആ രീതിയിൽ നമ്മളും സംഘടിച്ച് പറയണം. അപ്പോൾ നമ്മൾക്ക് എല്ലാ കാൻഡിഡേറ്റ്സിനെയും ഒരേ രീതിയിൽ കാണാനാണ്. ഇത് മറ്റുള്ള രീതിയിലൊരു എന്താ പറയുക വിഷയങ്ങളുമായിട്ടുള്ളൊരു യുദ്ധം ഉണ്ടാക്കാനല്ല പറഞ്ഞത്. പ്രൈമറിലി PSC തന്നിട്ടുള്ള പ്രകാരം കൊമേഴ്സ് ഈസ് എലിജിബിൾ ഫോർ ദിസ് പോസ്റ്റ്. യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്, യു ക്യാൻ സ്റ്റഡി ഫോർ ദിസ് പോസ്റ്റ്. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രസ്തുത HST സോഷ്യൽ സയൻസ് എന്ന് 2021 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാങ്കേതികമായിട്ടുള്ള നിങ്ങൾക്ക് അതിൻ്റെ പരീക്ഷ എഴുതാനും അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക ജോലി കിട്ടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. കേസോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. യു ആർ പ്യുവർലി എലിജിബിൾ. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് BCom along with B.Ed Commerce. പിന്നെ അതല്ലാതെ വരുന്നതാണ് ഫിലോസഫി, മ്യൂസിക്, സോഷ്യോളജി ഉള്ള സബ്ജക്റ്റുകളിലും ഗ്രാജുവേഷൻ ചെയ്തവർക്ക് ഈ പറയുന്ന തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇത്രയും തസ്തികകളിലാണ് പറയുന്നത്. ഇത്രയും ഡിഗ്രീസാണ്: ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റിക്സ്, കൊമേഴ്സ്, ഫിലോസഫി, മ്യൂസിക്, സോഷ്യോളജി. പിന്നെ കൊമേഴ്സുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്കിതൊക്കെ പഠിച്ചാൽ പറ്റുമോ എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ ഹയർ എഡ്യൂക്കേഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് ഇക്വലന്റ് ടു ഡിഗ്രി. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കാവാം. പിന്നെ ദ കാൻഡിഡേറ്റ് ഹു ഹാവ് അക്വയർഡ് BA B.Ed ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് നമുക്കറിയാം, സോഷ്യൽ സ്റ്റഡീസ് പ്ലസ് ഇംഗ്ലീഷിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള മൈസൂർ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന അതും എലിജിബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് സാങ്കേതികമായി നോക്കുക. പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് BA ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി, ഉറുദു ഡബിൾ മെയിൻ, B.Ed ഇൻ സോഷ്യൽ സ്റ്റഡീസ് അതുള്ളവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. BA ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിനായിട്ടും ജനറൽ എക്കണോമിക്സും ഇന്ത്യൻ ഹിസ്റ്ററിയും സബ്സിഡറി ആയിട്ട്. ഇവിടെ ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ഉറുദു ഡബിൾ മെയിൻ ആണ്. ഇസ്ലാമിക് ഹിസ്റ്ററിയും ഉറുദുവും കൂടിയിട്ടുള്ള ഡബിൾ മെയിൻ പ്ലസ് B.Ed ഇൻ സോഷ്യൽ സ്റ്റഡീസ് ആണ് അവിടെ പറയുന്നത്. ഇവിടെ BA ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിൻ സബ്ജക്റ്റ് ഇസ്ലാമിക് ഹിസ്റ്ററിയാണ്. പിന്നെന്താണ് സബ്സിഡറീസ് ആയിട്ട് ജനറൽ എക്കണോമിക്സും ഇന്ത്യൻ ഹിസ്റ്ററിയും പഠിച്ചിട്ടുള്ളവരും എലിജിബിൾ ആണ്. പിന്നെ BA ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് അറബിക് മെയിൻ, രണ്ട് മെയിനും B.Ed ഇൻ ഹിസ്റ്ററിയും പഠിച്ചിട്ടുള്ളവർ എലിജിബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോളുകൾ നമുക്ക് വന്നിട്ടുള്ളത്, സാർ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ്റെ 2 പേജുകളും വളരെ അർത്ഥപൂർണ്ണമായി നോക്കുക. നിങ്ങൾ ഏതിലാണ് ഫോളോ ചെയ്യുന്നത്. ഇഫ് യു ആർ ഫുള്ളി എലിജിബിൾ ആസ് പെർ ദിസ് നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ സ്റ്റിൽ യു ആർ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇൻഎലിജിബിൾ എന്നാണ് കാണിക്കുന്നതെങ്കിൽ, നോട്ടിഫിക്കേഷൻ പ്രകാരം 100% എലിജിബിൾ ആയിട്ടും അങ്ങനെയുള്ള കേസുകൾ ഇസ്ലാമിക് ഹിസ്റ്ററിക്കാണ് ആദ്യം അങ്ങനെ ഒരു പരാതി വന്നത്. പിന്നെ BSc ജോഗ്രഫിക്കാർ അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളതൊക്കെ ഏതാണ്ട് ഒരു വിധമൊക്കെ പരിഹരിച്ചു. കുറേ കുട്ടികൾ വിളിച്ചു, നമ്മളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PSC പറഞ്ഞു, നമ്മൾ നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ പറഞ്ഞു 2 ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ശരിയാക്കാം. ഏറെക്കുറെ ഒരു 90% ഇപ്പോൾ സൊല്യൂഷൻ ആയിട്ടുണ്ട്. നിങ്ങൾ എലിജിബിൾ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. സ്റ്റിൽ യു ആർ നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പോഴും ഇൻഎലിജിബിൾ,
പൂർണ്ണമായിട്ടും നിങ്ങൾ എലിജിബിൾ ആയിട്ടും ഇന്നെലിജിബിൾ എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നോട്ടിഫിക്കേഷൻ വിങ്ങിൻ്റെ നമ്പറാണ് 04712546 എന്ന് പറയുന്നത്. അവിടെ വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങളുടെ ഈ പറയുന്ന കാര്യം പറയുക. നോട്ടിഫിക്കേഷൻ എൻ്റെ ക്വാളിഫിക്കേഷൻ ഇന്നതാണ്. അത് നോട്ടിഫിക്കേഷൻ PSCയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം 100% ഞാനിതിൽ എലിജിബിൾ ആണ്. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഷോയിങ് മൈ തുളസി പ്രൊഫൈലിൽ എനിക്ക് ഇപ്രകാരം ഇന്നെലിജിബിൾ ആണ് കാണിക്കുന്നത് എന്ന് അവരോട് പറയുക. മിക്കവാറും അവർ പറയുക ഇതിലേക്ക് മെയിൽ ചെയ്യാനാണ് പറയുക. ഇതിലേക്ക് മെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ വെക്കണം. ഇന്നതാണ് എൻ്റെ ഇത് യോഗ്യത, അത് പ്രകാരം എനിക്ക് സ്റ്റിൽ ഇന്നെലിജിബിൾ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ യൂസർ നെയിം നമ്മളെ തുളസി പ്രൊഫൈലിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കരുത്. യൂസർ നെയിം, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, ഈ പറയുന്ന ഇഷ്യൂ നിങ്ങൾ കറക്റ്റായിട്ട് മെയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന കാര്യം സോൾവ് ചെയ്തിട്ട് അവർ ഉടൻ തന്നെ അതിൻ്റെ ഒരു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു രീതിയിലാക്കും. അപ്പോൾ അങ്ങനെ ഇൻ കേസ് ഇനെലിജിബിൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, നോട്ടിഫിക്കേഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മിക്കവാറും അതിൻ്റെ ഒരു രത്ന ചുരുക്കം, അത് ക്ലിയർ മെയിലായിരിക്കണം. അതിൽ നിങ്ങളെ യൂസർ നെയിം മാത്രമേ വെക്കാൻ പാടുള്ളൂ. പാസ്വേഡ് പ്രൊവൈഡ് ചെയ്ത് ആർക്കും കൊടുക്കരുത്. പാസ്വേഡ് എന്ന് പറയുന്നത് ഞാനതാ പറഞ്ഞത്, പല ആൾക്കാരുടെയും പാസ്വേഡ് പല കഫേയിലും പല സ്റ്റഡി സെൻറ്ററിലൊക്കെയാണ്. ആർക്കും പാസ്വേഡ് കൊടുക്കരുത് കേട്ടോ. പാസ്വേഡ് ഈസ് യുവർ പേഴ്സണൽ പ്രോപ്പർട്ടി. അത് ആർക്കും ഭാവിയിൽ, കാരണം ഡെലീഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരും, അതൊക്കെ ഓൺലൈൻ ആക്കും. അപ്പോൾ നിങ്ങൾ അതിന് ബുദ്ധിമുട്ടും. അപ്പോൾ ദിസ് ഈസ് യുവർ, നിങ്ങളെ ബാങ്കിൻ്റെ പാസ്വേഡ് ആർക്കെങ്കിലും കൊടുക്കുമോ? ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഈ പറയുന്ന തുളസി പ്രൊഫൈലിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇന്നെലിജിബിലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രകാരം കോൺടാക്റ്റ് ചെയ്യാം, അത് പരിഹരിക്കാം. വ്യക്തമായ അതിൻ്റെ മെയിൽ വെക്കണം. അതിൻ്റെ കൂടെ നിങ്ങളെ യൂസർ നെയിമും ഈ പറയുന്ന PSCയിൽ രജിസ്റ്റർ ചെയ്ത ഈ പറയുന്ന നിങ്ങൾ എന്തും ചെയ്യണം, ഈ പറയുന്ന നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി അതിൽ വെക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞു. ഇനി സിലബസ് ആണ്. സിലബസ് നമ്മൾക്ക് ഇപ്പോൾ @% സിലബസ് ഈ പുതിയൊരു സിലബസ് ഒന്നും ഉണ്ടാവാൻ വലിയൊരു സാധ്യതയില്ല. പാർട്ട് എയിൽ ചിലപ്പോൾ സാങ്കേതികമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് മാത്രം. കഴിഞ്ഞ വർഷത്തെ സിലബസിന് നമുക്കറിയാം, മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കേരള റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, കേരളത്തിലെ റിനൈസൻസും ഫ്രീഡം മൂവ്മെൻറ്റും ആയിരുന്നു. പിന്നെ മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. പിന്നെ മൊഡ്യൂൾ 3 ആണ് മെത്തഡോളജി ഓഫ് ദ ടീച്ചിങ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉണ്ടാവാനുള്ളൊരു സാധ്യം ഇവിടെ ഈ മെത്തഡോളജി ആൻഡ് ടീച്ചിങ് സബ്ജക്റ്റിൽ അവർ പറഞ്ഞത് 5 മാർക്കും, ഇത് 15 മാർക്കിനാണ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ എന്താ പറയുക, ഇത് എന്നുള്ളത് ഇംഗ്ലീഷിലായിരുന്നു. ഇപ്പോൾ PSC ഡിഗ്രി ലെവലിലെ തസ്തികകളുടെ പരീക്ഷകളെല്ലാം നടത്തുന്നത് ബൈലിംഗ്വൽ, അതായത് ഇപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒക്കെ ഇനി നമുക്ക് വരുമ്പോൾ നമുക്ക് മിക്കവാറും നല്ല ഒരു 100% നമുക്ക് എങ്ങനെയായിരിക്കും, ഇംഗ്ലീഷിൽ ഒരു ഭാഗത്ത് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൻ്റെ തന്നെ വിവർത്തനം അപ്പുറത്തെ ഭാഗത്ത് മലയാളത്തിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 100 ചോദ്യങ്ങൾ നമുക്കിപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒക്കെ വരുമ്പോൾ 100 ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും കാണാൻ പറ്റും, 100 ചോദ്യങ്ങൾ മലയാളത്തിലും കാണാൻ പറ്റും. കാരണം നമ്മൾ മിക്സഡായിട്ട് പഠിച്ചു പോകുന്നത് ചിലത് നമുക്ക് മലയാളം ടെർമിനോളജീസ് ആണ് വരിക, ചിലത് നമുക്ക് എന്താണ് വരിക, ചിലത് നമുക്ക് ഈ രീതിയിൽ ഇംഗ്ലീഷ് ടെർമിനോളജിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം നമ്മൾ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒരു സൈഡ് ഇംഗ്ലീഷ് ആയിരിക്കും, 10 ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു ഭാഗത്തൊരു 10 ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻ, അത് അതേപോലെ തന്നെ ആ 10 ക്വസ്റ്റ്യൻ മലയാളത്തിൽ ഇപ്പുറത്തും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ അതൊരു ബുദ്ധിമുട്ടായി വരില്ല. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് ഈ 20 ചോദ്യങ്ങളും എങ്ങനെയായിരുന്നു, ഈ 20 ചോദ്യങ്ങളും ഇംഗ്ലീഷിലാണ് ചോദിച്ചത്, ബാക്കി പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ മലയാളത്തിലുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15 ചോദ്യങ്ങൾ ഈ പ്രകാരം മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ആയിരുന്നു, മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ് 5. അപ്പോൾ ഇതൊരു മാറിയിട്ട് വേണമെങ്കിൽ മെത്തഡോളജി എന്നൊക്കെ പറയുന്ന ഒരു 10 മാർക്കിനാക്കാം. ഇവിടെ എന്തെങ്കിലും സാങ്കേതികമായി വേണമെങ്കിൽ ഒരു മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ സോഷ്യൽ സയൻസുകാരെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾക്ക് ഈ കേരള റിനൈസൻസ് നിങ്ങളുടെ പാർട്ട് ബിയിൽ പഠിക്കാനുള്ളതാണ്, ഫ്രീഡം മൂവ്മെൻറ്റും നിങ്ങൾക്ക് പാർട്ട് ബിയിൽ പഠിക്കാനുള്ളതാണ്. പിന്നെ ജനറൽ നോളജിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുവിധം വരുന്ന കാര്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സ് പിന്നെ നമ്മൾ എന്തായാലും പഠിക്കും വേണം. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാര്യങ്ങൾ ഇപ്പോൾ പാർട്ട് ബിയിൽ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സത്യത്തിൽ ഒഴിവാക്കാനൊന്നുമില്ല. മറ്റുള്ള സബ്ജക്റ്റുകാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നാളെ പരിഷ്കരിച്ച് ഇപ്പോൾ റിനൈസൻസ് വേണ്ട, ഫ്രീഡം മൂവ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. സോഷ്യൽ സയൻസുകാരെ സംബന്ധിച്ച് എന്താണ്, ഇതെല്ലാം അവർക്ക് അവരുടെ സബ്ജക്റ്റിൽ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളായതുകൊണ്ട് യാതൊരു പ്രശ്നവും അവിടെ ഉദിക്കുന്നില്ല. പിന്നെ നമ്മൾ പാർട്ട് ബിയിലേക്ക് വരികയാണ്. പാർട്ട് ബി എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കവിടെ വേൾഡ്, ഇന്ത്യൻ, കേരള, ഇത്രയും കാര്യങ്ങളുണ്ട്. വേൾഡ്, ഇന്ത്യൻ, കേരള, അത് പ്രാചീനം, മദ്യം, പിന്നെ പുതിയ കാര്യങ്ങൾ. അങ്ങനെ ഹിസ്റ്ററി പറയുമ്പോൾ നമുക്ക് 3 പാർട്ടാണല്ലോ പറയുന്നത്. ഏറ്റവും പ്രാചീനമായ കാര്യങ്ങൾ, മധ്യകാലം,
പിന്നെ പുതിയ ആ ഒരു മോഡേൺ ഹിസ്റ്ററി, ആ പറയുന്ന രീതിയിൽ വേൾഡിൻ്റെ ഈ 3 കാര്യങ്ങൾ നോക്കണം, ഇന്ത്യയിലെ ഈ 3 കാര്യങ്ങൾ നോക്കണം, കേരളത്തിൻ്റെയും 3 കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഹിസ്റ്ററി വളരെ വാസ്റ്റാണ്. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഹിസ്റ്ററി മാത്രമാണ്. ആ ഹിസ്റ്ററിയിൽ ഞാൻ പറഞ്ഞു വേൾഡ് ഹിസ്റ്ററി വരും, ഇന്ത്യൻ ഹിസ്റ്ററി വരും, കേരള ഹിസ്റ്ററി വരും. ഓരോന്നിനും 3 സബ് ഡിവിഷൻസ് ഉണ്ട്, പ്രാചീനം, മധ്യം, പിന്നെ മോഡേൺ. ആ പറയുന്ന 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, എക്കണോമിക്സ് തിയറി മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ് വരുന്നത്. എക്കണോമിക് തിയറി, ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ്. പിന്നെ മൊഡ്യൂൾ 4 എക്കണോമിക്സ് തന്നെയാണ്. ഇന്ത്യൻ എക്കണോമിയാണ് അവിടെ പറയുന്നത്, 5 ഇയർ പ്ലാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കണോമി. അപ്പോൾ കേരളത്തിൻ്റെ എക്കണോമിക്സ് വരെ വരുന്നുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 ഞാനൊരു ഒറ്റ ചുരുക്കം മാത്രമേ സിലബസിൻ്റെ പറയുന്നുള്ളൂ. അപ്പോൾ മൊഡ്യൂൾ 1 2 ഹിസ്റ്ററിയാണ്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞു ഏതൊക്കെ രീതിയിൽ ഈ വേൾഡ്, ഇന്ത്യൻ, കേരള വരും. അതുപോലെ തന്നെ അത് 3 സബ് ഡിവിഷനായിട്ട് വരും. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ എക്കണോമിക് തിയറി, ബാങ്കിങ് ആൻഡ് ടൂൾസ് ആൻഡ് അനാലിസിസ്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമി, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കണോമി. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എക്കണോമിക്സ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് മൊഡ്യൂൾ 5 വരുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ സയൻസ് ആണ്, പൊളിറ്റിക്കൽ സയൻസ്. പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്. മൊഡ്യൂൾ 5 അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആണ്. അവിടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കണം, പിന്നെ ഹ്യൂമൻ റൈറ്റ്സും പഠിക്കണം. മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആണ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻസ്, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ്. കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. രത്ന ചുരുക്കമാണ് ഞാൻ പറയുന്നത് സിലബസിൻ്റെ. അപ്പോൾ ഹിസ്റ്ററി പറഞ്ഞു, എക്കണോമിക്സ് പറഞ്ഞു, പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ പൊളിറ്റിക്കൽ സയൻസ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ്. ലാസ്റ്റ് പാർട്ട് ജോഗ്രഫിയാണ് വരുന്നത്. അവിടെ മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫിയാണ്. മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി. നമ്മൾ ആ റീജിയണൽ ജോഗ്രഫിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ജോഗ്രഫിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊമേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കൊമേഴ്സുകാരും ഈ പറയുന്ന പോലെ UPSC ഒക്കെ എഴുതി റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, റിനൈസൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ട് ഫ്രീഡം മൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ജനറൽ നോളജും കറണ്ട് അഫയേഴ്സൊക്കെ അതിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ് നമ്മളവിടെ 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ചും കൂടി ടീച്ചിങ്, ആ ഒരു സബ്ജക്റ്റ് വൈസ് ടീച്ചിങ്ങിലേക്ക് കുറച്ചും കൂടി ചോദ്യങ്ങൾ വേണമെങ്കിൽ വരാമെന്ന് മാത്രം. പാർട്ട് ബിയിൽ നിങ്ങൾ നോക്കുക. പാർട്ട് ബിയിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഹിസ്റ്ററി ഏറെക്കുറെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ UPSCക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ. UPSCക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ട്. അതായത് ഈ സബ്ജക്റ്റ് പഠിച്ച ആൾക്കാർക്ക് മാത്രമല്ല, സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊമേഴ്സുകാർക്കും നല്ല രീതിയിൽ കോമ്പറ്റീറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഡിഫെൻഡ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അവിടെ നമുക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പം വേണ്ട. ഇഫ് യു ആർ കൊമേഴ്സ് ഓർ അതർ സബ്ജക്ട്സ് ഓർ മ്യൂസിക് എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ പറയുന്നതിൽ നിങ്ങളുടേതായ ഒരു അടിത്തറ ഓൾറെഡി ഉണ്ട് പല ആൾക്കാർക്കും. അതൊന്നും കൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ഭാഗമാവാം. 100% നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന എന്താ പറയുക, ഈ ഒരു തസ്തിക നേടിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ പിന്നെ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും പഠിക്കേണ്ടി വരും. കാരണം എല്ലാവരും ഇപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അതൊക്കെ ഇപ്പോൾ നമ്മൾ ഉപയോഗത്തിലുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പഠിക്കേണ്ടി വരും. എക്കണോമിക്സ് താരതമ്യേന എൻ്റെ ഒരു മനസ്സിലാക്കിയതിൻ്റെ ഒരു അടിസ്ഥാന പ്രകാരം മറ്റുള്ള ഡിഫിക്കൽട്ട് സബ്ജക്റ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്കണോമിക്സ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ബാങ്കിങ് അതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ സിലബസ് അടുത്തതിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ടി വരും. ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ മറ്റുള്ള പല പരീക്ഷകൾക്കും, പൊതു പരീക്ഷകൾക്കും, UPSC പോലുള്ള പരീക്ഷകൾക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഹ്യൂമൻ റൈറ്റ്സിൽ ആഡ് ചെയ്ത് വരും. പിന്നെ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ തിങ്കേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാം. പിന്നെ ഫിസിക്കൽ ജോഗ്രഫി, ആദ്യത്തെ ഫിസിക്കൽ ജോഗ്രഫി പൂർണ്ണമായും എല്ലാവരും ഈ പറയുന്ന ജനറൽ PSCകൾക്കും LPSC UPSCക്കൊക്കെ വേണ്ടി പഠിച്ചിട്ടുള്ളതാണ്. ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ സിലബസിനെ നോക്കി കാണുമ്പോൾ എന്താണ്, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഓൾറെഡി ഒരു അടിത്തറ നമുക്ക് ഈ പറയുന്ന കാര്യത്തിൽ മറ്റുള്ള സബ്ജക്റ്റുകാർക്കും ഉണ്ട്. ഓൾറെഡി ഈ പറയുന്ന സോഷ്യൽ സയൻസിലോ അല്ലെങ്കിൽ എന്താ പറയുക ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിലോ എക്കണോമിക്സിലോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ഓൾറെഡി ഒരു അടിത്തറ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ മാത്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ എന്താ പറയുക ഫിസിക്സോ അല്ലെങ്കിൽ മലയാളമോ മറ്റുള്ള സബ്ജക്റ്റിലേക്കൊക്കെ HSA വിളിക്കുന്ന അല്ലെങ്കിൽ HST വിളിക്കുന്ന സമയത്ത് ഈ 80 ചോദ്യങ്ങളും എന്താണ്, പിന്നെ ആ ഭാഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്.
അപ്പോൾ അവിടെ നമ്മൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ PSCയുമായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടോ യാതൊരു പുലബന്ധം പോലുമില്ല. പക്ഷേ ഇവിടെ ധാരാളം റിലേഷൻസ് ഉണ്ട്, കുറേയൊക്കെ അടിത്തറ നമുക്കുണ്ട്. അതാണ് സോഷ്യൽ സയൻസിനെ ഏറ്റവും അപകടകരമാക്കുന്നതും. കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു പല സബ്ജക്റ്റുകൾ ഇതിൽ വന്നു. ഡിഗ്രി ഇൻ എന്താ പറയുക ഇതിൽ നമ്മൾ പല സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞു, ഇത്രയും സബ്ജക്റ്റുകാർ അപ്ലൈ ചെയ്യും. ഇപ്പോൾ മാത്സിനെ സംബന്ധിച്ച് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ, ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. ഇവിടെ പല സബ്ജക്റ്റുകാരും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ആ സിലബസിനെ നോക്കി കാണുന്ന സമയത്ത് അവിടെ ഓൾറെഡി നമുക്കൊരു ബേസ് ഉണ്ട്. നമ്മൾ ജനറൽ PSCക്ക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും LPSA UPSCക്കുമായി ബന്ധപ്പെട്ട് പഠിച്ച കുറേ കാര്യങ്ങളും തന്നെയാണ് ഇവിടെ അടിത്തറയായിട്ട് നമുക്ക് വരുന്നത്. അതുകൊണ്ട് അതിൽ പലരും സ്ട്രോങ് ആയിരിക്കും. പിന്നീട് കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് അതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ ഹയർ സൈഡിലായിരിക്കും. കാരണം ഒരുപാട് സബ്ജക്റ്റുകളിലേക്ക് ഉള്ള ആൾക്കാർ മത്സരിക്കാനുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ വശവും. രണ്ടാമത്തെ കാര്യം, ഇതിൽ പറയുന്ന സിലബസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് അതെന്താണ്, അതിൻ്റെ ആ ഒരു ഇത് നോക്കിയപ്പോൾ ഒരുവിധം കുറേ നമുക്ക് അടിത്തറ ഓൾറെഡി ഉള്ള കാര്യങ്ങളുമായതുകൊണ്ട് കോമ്പറ്റീഷൻ വിൽ ബി ഓൺ ദ ഹയർ സൈഡ്. ഇനി HSA സോഷ്യൽ സയൻസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത് 2012-ലാണ്. 2013 ജനുവരി വരെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പരീക്ഷ നടന്നത് 2016-ലാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച 2018-ലാണ്. ഏതാണ്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എല്ലാം 2021 14 ജില്ലകളുടെയും ഞാൻ ഈ പറഞ്ഞ മാതിരി അവസാനിക്കുക. അത് ലാസ്റ്റ് ഫിഗറിലുണ്ട്, ഓരോ ഇതിൻ്റെയും റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റുകളൊക്കെ നമ്മൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 2018-ലാണ് വിളിച്ചത്, 13 വരെ അപ്ലൈ ചെയ്യാമായിരുന്നു. 16-ൽ പരീക്ഷ നടത്തി, 18-ൽ റാങ്ക് ലിസ്റ്റ് വന്നു, 21-ൽ എല്ലാം തീരും. അപ്പോൾ ലാസ്റ്റ് നടന്ന പരീക്ഷ എന്ന് പറയുന്നത് 2016-ലാണ്. അതിലൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. ഹിസ്റ്ററിയിൽ നിന്നും 24 ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും 12, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും 7 ചോദ്യങ്ങൾ, കേരളത്തിൽ നിന്ന് 5. അത് ഇത്തവണ അതേ പ്രൊപ്പോർഷൻ തന്നെ ആയിക്കോളണം എന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ പറഞ്ഞത്. ഹിസ്റ്ററിയിൽ നിന്നും നമ്മൾ പറഞ്ഞു, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വേൾഡിൽ തന്നെ 3 രീതിയിൽ പഠിക്കണം, ഇന്ത്യയിൽ തന്നെ 3 രീതിയിൽ പഠിക്കണം, കേരള 3 കാലഘട്ടമുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ. ഹിസ്റ്ററിയിൽ നിന്ന് 24 ചോദ്യങ്ങൾ, വേൾഡിൽ നിന്നും 12, ഇന്ത്യയിൽ നിന്നും 7, കേരള ഹിസ്റ്ററിയിൽ നിന്നും 5 ചോദ്യങ്ങൾ. പിന്നെ ജോഗ്രഫിയിൽ നിന്നും മൊത്തം ചോദ്യങ്ങൾ 20 ചോദ്യങ്ങളാണ് വന്നത്. ഇന്ത്യൻ ജോഗ്രഫി 7 ചോദ്യങ്ങൾ, ജനറൽ ജോഗ്രഫിയിൽ നിന്ന് 15 ചോദ്യങ്ങൾ, കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. മാപ്പായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ എക്കണോമിക്സിൽ നിന്ന് 21 ചോദ്യങ്ങൾ, സോഷ്യോളജിയിൽ നിന്ന് 1 ചോദ്യം, പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് 11 ചോദ്യങ്ങളാണ് വന്നത്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 3 ചോദ്യങ്ങൾ, എഡ്യൂക്കേഷനിൽ നിന്ന് 2 ചോദ്യങ്ങൾ, ചൈൽഡ് സൈക്കോളജി 2 ചോദ്യങ്ങൾ, GK 16 ചോദ്യങ്ങൾ. അവിടെ 5 മാർക്കാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലും അവിടെ 4 മാർക്കേ വന്നുള്ളൂ. GK 16 ചോദ്യങ്ങളാണ് അവിടെ വന്നത്. അപ്പോൾ ഇതേ പ്രകാരമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇതേ രീതിയിൽ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇപ്രാവശ്യം അത് ചോദിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിൽക്കും അതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നത്. ഹിസ്റ്ററി 24 ചോദ്യങ്ങൾ, ജോഗ്രഫി 20. അത് ഞാൻ ഓരോന്നും ഹിസ്റ്ററി ഒക്കെ ആയതുകൊണ്ട് കുറച്ച് അധികം ഭാഗങ്ങളുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററി 12, ഇന്ത്യ 7, കേരള 5, ജോഗ്രഫിയും കുറേ അധികമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ജോഗ്രഫി, ജനറൽ ജോഗ്രഫി അതിൻ്റെയൊക്കെ കറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എഴുതിയിട്ടുണ്ട്. എക്കണോമിക്സിൽ നിന്ന് 21 ചോദ്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം മേജർ പോർഷൻ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വിധം 24 + 20 44, 45, 65 മാർക്ക് ചോദ്യങ്ങളോളം ആ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ പൊളിറ്റിക്കൽ സയൻസും 11. ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് വന്നിട്ടുള്ളത്. ഈ GK എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ഹയർ സൈഡിലാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വന്തമായി ഒരു പഠനം എന്ന് പറയുന്നത് ഓക്കെ, അതിനെക്കുറിച്ച് ഇപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കൊരു ജ്ഞാനം ഉണ്ടായിരിക്കും എങ്ങനെ പഠിക്കണം എന്നുള്ളത്. എന്നിരുന്നാലും ഒരു ഗൈഡൻസും പ്രോപ്പർ കാര്യങ്ങളുമായിട്ട് ഒരു മെൻറ്റർഷിപ്പോട് കൂടി പോവുകയാണെങ്കിൽ അതിന് വളരെയധികം ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ പറയുന്ന ആ ഒരു കോമ്പറ്റീഷൻ എക്സാമിനേഷനിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പ്രപ്പ് സ്കെയിൽ HSA ഓൾറെഡി ഈ പറയുന്ന കോഴ്സുകൾക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, നാച്ചുറൽ സയൻസ്, പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന സോഷ്യൽ സയൻസിനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വി ഹാവ് റണ്ണിങ് 2 ബാച്ചസ്. ജനുവരി 1 മുതൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ബാച്ച് നമ്മൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് റീസെൻ്റ്ലി നമ്മളൊരു പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രപ്പ് സ്കെയിൽ HSAയിൽ നമ്മൾ കൊടുക്കുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്.
ലൈവ് ക്ലാസ്സുകൾ. ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് കൂടുതൽ ലൈവ് ക്ലാസ്സുകളുണ്ട്. ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. നമ്മളെല്ലാറ്റിൻ്റെയും പാർട്ട് എൻ്റെയും പാർട്ട് ബീൻ്റെയും നമ്മൾ നേരത്തെ ആയിട്ട് സിലബസ് പറഞ്ഞപ്പോൾ പറഞ്ഞു പാർട്ട് എ പാർട്ട് ബി ഉണ്ട്. പാർട്ട് എ ഒന്നുകൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി എടുക്കുകയാണ്. പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പാർട്ട് എ പിന്നെ ഈ മെത്തഡോളജി ആൻഡ് ടീച്ചിങ് സബ്ജക്റ്റ് എന്നുള്ള പറയുന്ന ഏരിയ ഒക്കെ ശിവരാജൻ സാറിനെ പോലുള്ള ടീം സാറാണ് ലീഡ് ചെയ്യുന്നത്. സാറൊക്കെയാണ് ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കുക. സാറിൻ്റെ ടീമിൽ വേറെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പുസ്തകം, സാറിൻ്റെ തന്നെ ഒരു പുസ്തകം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തരിക. അപ്പോൾ അതിൻ്റെ നോട്ട് ഉണ്ടാവും. അതുപോലെ നമ്മൾ എന്താ പറയുക, പാർട്ട് ബി എന്ന് പറയുമ്പോൾ പാർട്ട് ബിയിൽ നമ്മൾ എല്ലാം സിലബസ് കവർ ചെയ്യുന്ന മുഴുവൻ വീഡിയോ ക്ലാസ്സുകൾ, ഈ പാർട്ട് എ പാർട്ട് ബി കവർ ചെയ്യുന്ന സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ നമുക്കുണ്ടാവും. ആ വീഡിയോ ക്ലാസ്സുകളിൽ ചിലത് റെക്കോർഡഡ് ക്ലാസ് ആവും, ചിലത് ലൈവ് ക്ലാസ് ആവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിൽ നമുക്ക് ലൈവായിട്ട് അതാത് അധ്യാപകർ ലൈവിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മളെ ഒരു ക്ലാസ്സിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു മിക്സഡ് അപ്രോച്ചിലായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. രണ്ടിനും രണ്ടിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. PDF നോട്ടുകൾ പാർട്ട് ബീൻ്റെ കംപ്ലീറ്റ് നമ്മൾ അതാത് സബ്ജക്റ്റ് എടുക്കുന്ന ആൾക്കാർ തരുന്ന, അവരെന്നെ എഴുതി തരുന്ന നോട്ടുകളാണ് നമ്മൾ തരുന്നത്. പിന്നെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസം നമ്മളെ ഒരു ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ. ഈ പറയുന്ന ഒരു ഓൺലൈൻ രംഗത്ത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഓൺലൈൻ പഠനത്തിലെ അല്ലെങ്കിൽ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത്, ആദ്യം ഉണ്ടായിരുന്നൊരു ന്യൂനത എന്ന് പറയുന്നത് കൃത്യമായി അതൊരു പഠിപ്പിക്കാനുള്ളൊരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ മറികടക്കാൻ കൂടിയിട്ട് നമ്മളൊരു പുതിയൊരു കാര്യം നമ്മൾ LP UP അവതരിപ്പിച്ചു. ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ നമ്മൾ തരും. ആ പാഠഭാഗങ്ങളിനെ ബേസ് ചെയ്തുകൊണ്ട് അന്നേ ദിവസം നമുക്ക് എക്സാമിനേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു കാര്യം ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഓൺലൈൻ സിസ്റ്റത്തിനെ സംബന്ധിച്ച് നമുക്ക് LP UP നമുക്ക് എന്താ പറയുക, ഒരു 70% സക്സസ്. 70% സക്സസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 70% നമ്മളുടെ LPSA UPSA കോഴ്സ് അറ്റൻഡ് ചെയ്തതിൽ നിന്നും ആ ഒരു ടോട്ടൽ നമ്പറിൽ നിന്നും ഒരു 70% ആൾക്കാർ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾക്ക് കിട്ടിയ നമ്മൾ കുട്ടികളായിട്ട് ഫീഡ്ബാക്ക് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ LP UP കോഴ്സുകൾ എടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികളിൽ നിന്നും ഒരു 70% കുട്ടികൾ ഷോർട്ട് ലിസ്റ്റിൽ. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു ദിവസം പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ വീഡിയോ, അത് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കാം, ലൈവ് ക്ലാസ് ആയിരിക്കാം, അത് തരും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടായിരിക്കും. മിക്കവാറും എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തി 5 ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആഴ്ച പഠിച്ച ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു വീക്ക്ലി റിവിഷൻ. കാരണം നമ്മൾ പഠനത്തോടൊപ്പം മറവിയും തുടങ്ങുന്നു എന്നുള്ളതാണ് ശാസ്ത്രം. അപ്പോൾ അതാത് ദിവസം പഠിച്ച കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സുകളായിട്ട് തരും. ഒക്കെ ക്ലാസ്സുകളാണ് കേട്ടോ, വെറുതെ മെറ്റീരിയലൊന്നല്ല തരുന്നത്. വി വിൽ പ്രൊവൈഡ് യു റെക്കോർഡഡ് ഓർ ലൈവ് ക്ലാസ്സസ്. അതിൻ്റെ നോട്ടുകളും തരും. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സിന് നോട്ടുകളും തരും. പിന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടേതായ ഒരു രീതിയിൽ നോട്ട് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ നോട്ട് തരുമ്പോൾ അതിൽ നിന്നുള്ള എക്സ്ട്രാ പോയിന്റ് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ട് അന്നേ ദിവസം തന്നെ അതിനെ സംബന്ധിച്ചൊരു എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ചത് എങ്ങനെയുണ്ട്, ഏതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും വേണോ, വീഡിയോ ഒന്നുകൂടി കാണണോ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടി അവിടെ നമുക്ക് ഇതാക്കാം. പിന്നെ ഇവിടെ ആഡ് ചെയ്യുന്ന വീഡിയോ ലൈവ് ആയാലും, ഇപ്പോൾ ലൈവ് ക്ലാസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വെർഷൻ നമ്മൾ അവിടെ ആപ്പിൽ തരും. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ റെക്കോർഡഡ് വെർഷൻ ഓൾറെഡി നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കും. അപ്പോൾ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് ഒന്നും മിസ് ചെയ്ത് പോവില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. എല്ലാറ്റിൻ്റെയും നോട്ട് നമ്മൾ തരും. എക്സാമിനേഷൻ ഞാൻ ഈ പറഞ്ഞ പ്രകാരം ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡീൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെയിലി എക്സാമിനേഷൻ ഉണ്ടാവും. ശനിയാഴ്ചയാണ് നിങ്ങൾക്ക് ആ ആഴ്ച 5 ദിവസം പഠിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഞായറാഴ്ചകളിൽ നമ്മൾ കഴിയുന്ന എല്ലാ ഞായറാഴ്ചകളും നമ്മളൊരു ഫുൾ ലെങ്ത് ടെസ്റ്റ്, അതായത് 100 മാർക്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ, അതായത് ഫുൾ സിലബസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്. അവിടെ നമ്മൾ പഠിച്ചത് എന്താ പഠിക്കാത്ത എന്തെന്നുള്ളത് നോക്കണ്ട, നമ്മളത് അറ്റൻഡ് ചെയ്തേ പോവുക. അപ്പോൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഒരു 100 മാർക്കിൻ്റെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇവിടുത്തെ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 year ആണ്. അപ്പോൾ ആ 1 yearൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ആ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മൾ വരുന്നത്. ഇവിടെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ സ്റ്റഡീസ്. അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് എക്സാമിനേഷൻ തരും. ഇവിടെ നമ്മൾ ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മൾ ഡെയിലി എക്സാം എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് നമ്മൾ ഡെയിലി എക്സാം എന്ന് പറയുന്നതും കൂടിയും ഇപ്പോൾ
പുതിയ ബാച്ച് തൊട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി എക്സാംസ് ഉണ്ടാവും, വീക്ക്ലി എക്സാംസിന് ആ പറയുന്നതിൽ റിവിഷൻ എക്സാംസ് ഉണ്ടാവും. നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണോ കുട്ടികൾക്ക് ഒരു റിവിഷൻ അത്യാവശ്യമായി വരുന്നത് അതുവരെ പഠിച്ച ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിവിഷൻ എക്സാംസ് ഉണ്ടാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, മോഡൽ ടെസ്റ്റ്. മോഡൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓരോ ആഴ്ചയും പരമാവധി നമ്മൾ ഒരെണ്ണം ചെയ്യിക്കും. ഓരോ പരീക്ഷയ്ക്കും നിങ്ങളുടെ ഡീറ്റെയിൽ അനാലിസിസ് കിട്ടും. ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് എത്ര മാർക്കൊക്കെയാണ് ഓരോ എക്കണോമിക്സിൽ നിന്ന് എത്ര മാർക്ക് കിട്ടി, ഹിസ്റ്ററിയിൽ നിന്ന് എത്ര മാർക്ക് കിട്ടി, ജോഗ്രഫിയിൽ നിന്ന് എത്ര മാർക്ക് കിട്ടി, നെഗറ്റീവ്സ് ഏതൊക്കെ ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ അനാലിസിസ് ആയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് വിലയിരുത്താം. അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ. പിന്നെ നമ്മളെല്ലാ PDF-ൻ്റെ ലെക്ചർ നോട്ടുകളെല്ലാം തരും. സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ചിലതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ബുക്കുകളായിട്ട് നമ്മൾ അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് നമ്മളൊരു അപ്രോച്ച് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഫ്രീലി പ്രപ്പ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാങ്കേതികമായ സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കോഴ്സുകൾ, ഈ പറയുന്ന 4 കോഴ്സുകളും പിന്നെ ഫിസിക്കൽ സയൻസിൻ്റെ കോഴ്സും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4 സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ HSA കോഴ്സുകൾ നടത്തുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ LP UPയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അതേ രീതിയിൽ കുറച്ചും കൂടി നമ്മൾ എന്താണ് പറയുന്നത് കാര്യങ്ങൾ കൂട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ലൈവ് ക്ലാസ്സസ് കൊണ്ടുവന്നു, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് കൊണ്ടുവന്നു, നോട്ടുകൾ PDF, അതൊക്കെ നമ്മളെ LP UPയിൽ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ബെറ്റർ വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും ഒരു സക്സസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഈ പറയുന്ന നമ്മളെ കോഴ്സിലുണ്ട്. അപ്പോൾ നമ്മളെ കോഴ്സുമായി ബന്ധപ്പെടാൻ ഈ രീതിയിൽ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന നമ്പറുകളിലോ സാങ്കേതികമായ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറുകളിലൊക്കെ ബന്ധപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളൊരു കോഴ്സ്. നമ്മൾ കൃത്യമായി സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് റെക്കോർഡഡ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളായിരിക്കും. എല്ലാറ്റിൻ്റെയും നോട്ടുകൾ തരും. എക്സാമിനേഷൻ ഈ പറയുന്ന മാതിരി നിങ്ങൾ മറക്കാതിരിക്കാനുള്ള രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ടെക്നിക്കൽ രീതിയിലുള്ള എക്സാമിനേഷൻ നമുക്കുണ്ടാവും. ഡെയിലി, വീക്ക്ലി, റിവിഷൻ, പിന്നെ മോക്ക് ടെസ്റ്റ് സീരീസ്, പ്രീവിയസ് എക്സാംസ്, ഈ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയ ബാച്ച് 14/6/2021 മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഈ പറഞ്ഞ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചിട്ടുള്ളത് പുതിയൊരു ബാച്ച്. 3-ാമത്തെ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ബാച്ചിലേക്ക് ഇപ്പോൾ പ്രത്യേക ഓഫർ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കൊരു കിട്ടിയ ഒരു ഫീഡ്ബാക്കിൻ്റെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല കുട്ടികളും വിളിച്ചപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അറിയാം നമ്മളൊരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും താൽക്കാലിക അടിസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്, അവർക്ക് ജോലിയില്ല. അൺഎയ്ഡഡ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, പല ആൾക്കാർക്കും, ഞാൻ അതിൻ്റെ ഇതിലേക്കൊന്നുമല്ല, 50%-ലും 70%-ലും പിന്നെ കൃത്യമായ ഇൻ്റർവേഴ്സിലൊന്നല്ല അവർക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ ലോട്ട് ഓഫ് ദം ആർ സ്ട്രഗ്ലിംഗ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രത്യേക ഓഫറിൽ ഈ പറയുന്ന HSA ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളും നമുക്കൊരു പ്രത്യേക ഓഫറുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഓഫറുകൾക്കും പിന്നെ നമ്മൾ എന്താ പറയുക, ഈ രീതിയിൽ പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആയിട്ട് അടയ്ക്കാൻ പറ്റുമോ. അപ്പോൾ അതും കൂടി പരിഗണിച്ച് നമ്മൾ 1 ടൈം പേയ്മെൻറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പ്രത്യേക ഓഫറും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റിനും ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി കിട്ടും. അപ്പോൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ എസ്പെഷ്യലി ഈ ഒരു ടീച്ചിങ് ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് ഫിനാൻഷ്യലി അല്ലെങ്കിൽ മോണിറ്ററി സ്ട്രഗിൾ ചെയ്യുന്നതുണ്ടോ എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കിയത് തന്നെ ഒരു പ്രത്യേക ഓഫറിൽ നമ്മൾ HSA കോഴ്സുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേക ഓഫറുകൾക്കും ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റികൾ എങ്ങനെയാണെന്ന് അറിയാനും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ്, കട്ട് ഓഫ് ഏത് ജില്ലയിൽ അപേക്ഷിക്കണം. ഇതുവരെ അപേക്ഷിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമനം എന്നല്ല, കാരണം പഴയ പോലെ ഒന്നുമല്ല. അപ്പോൾ ആൾക്കാർ ലാസ്റ്റ് വീക്ക് വരെ നോക്കി നിൽക്കും. തൊഴിൽ വീതിയിലോ തൊഴിൽ വാർത്തയിലൊക്കെ അവസാനം ഓരോരോ ജില്ലയിൽ എത്ര ആപ്ലിക്കേഷൻ വന്നു എന്നുള്ളത് വരെ കാത്തിരുന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബട്ട് ഡു നോട്ട് ഗോ ഫോർ ദ ലാസ്റ്റ് ഡേറ്റ്. 7-ാം തീയതി ആക്കരുത്. കാരണം എന്തെങ്കിലും രീതിയിൽ സർവർ തകരാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 ദിവസം വരെയൊക്കെ വേണമെങ്കിൽ പരമാവധി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ. എന്നിട്ട് എന്ത് ചെയ്യാം, എത്ര പേര് അപ്ലൈ ചെയ്തു, ഓരോ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആ രീതിയിലൊക്കെ. കാരണം ഇപ്പോൾ ഒരു ജോലി കിട്ടുകയാണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഈ HSA പോലെ ഇപ്പോൾ ഈ പറയുന്ന ഒരു പേപ്പർക്സിലൊക്കെ നമുക്ക് ഒരു 46,000 രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് സാലറി ഉള്ള ഒരു തസ്തികയ്ക്ക് നമ്മൾ കനത്ത മത്സരം തന്നെ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊരു സ്ട്രാറ്റജിക് എന്താ പറയുന്ന രീതിയിലുള്ള ഒരു കോഴ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാം. ഏത് ജില്ലയിൽ അപേക്ഷിക്കണം, ഇപ്പോഴത്തെ നിയമന നില, സംവരണ അടിസ്ഥാനത്തിൽ എവിടെ അപേക്ഷിച്ചാൽ കൂടുതൽ സാധ്യത കിട്ടുമെന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്, ഇത്തവണത്തെ കട്ട് ഓഫും ഇതുമായി യാതൊരു ബന്ധം ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം ഒരു പരീക്ഷയെ സംബന്ധിച്ച് ആ പരീക്ഷയുടെ അത് ഈസി ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ ഒരു എന്താ പറയുക ഒരു ആവറേജ് ലെവൽ എക്സാമിനേഷൻ ആയിരുന്നോ, അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ നിലനിൽക്കുക. അല്ലെങ്കിൽ വളരെ ടഫായിട്ടുള്ള ഒരു പരീക്ഷയാണോ, അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വളരെ ടഫായിട്ടുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ ചിലപ്പോൾ 1ാം റാങ്ക് വാങ്ങിയ കുട്ടി
ഒരു ആ 100 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഇപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം ഇത് ഡിസ്ക്രിപ്റ്റീവ് ആവോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആവോ എന്നുള്ളൊരു ചോദ്യങ്ങളാണ്. അതിനെക്കുറിച്ച് പറയേണ്ടതും PSC തന്നെയാണ്. മിക്കവാറും ഡിസ്ക്രിപ്റ്റീവ് ആവാനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം പുതിയൊരു പരിഷ്കരണത്തിനൊന്നും PSC ഇപ്പോൾ നിൽക്കാനുള്ളൊരു സാധ്യത കുറവാണ്. ഒബ്ജക്റ്റീവ് ലെവൽ തന്നെ നമുക്ക് പരീക്ഷിക്കാം. നമ്മൾ പക്ഷേ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഒബ്ജക്റ്റീവ് ആയാലും ഡിസ്ക്രിപ്റ്റീവ് ആയാലും അതിനെ ക്രാക്ക് ചെയ്യാവുന്ന നിലവാരത്തിലാണ്. ഇനി ഇൻ കേസ് ഒരു ഒബ്ജക്റ്റീവ് എന്താ പറയുക ഒബ്ജക്റ്റിവിറ്റി വിട്ടിട്ട് ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ ചോദിച്ചു വെച്ചാലും ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ എന്താ പറയുക നമ്മളെ കോഴ്സിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരുമ്പോൾ അറിയാം, നമുക്ക് 5 മുതൽ ഇപ്പോൾ +2 ക്ലാസ് വരെയുള്ളതും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഡിഗ്രിയിലുള്ള കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളായിട്ട് പഠിക്കാൻ നോക്കിയിരുന്നത് നമ്മളെ കൊണ്ട് നടക്കില്ല. അപ്പോൾ ഓരോരോ സബ്ജക്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം ഓരോന്ന് എവിടെ നിന്നൊക്കെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്കും ചിലത് ഡിഗ്രിക്കുള്ള ക്ലാസ്സുകൾക്കും അതാത് സബ്ജക്റ്റ് എക്സ്പെർട്ടാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഒരു എന്താ പറയുക വെറുതെ ഒരു നോക്കിയിട്ടുള്ള കാര്യങ്ങളല്ല, അതാത് സബ്ജക്റ്റിൽ വർഷങ്ങളോളം അധ്യാപന പരിചയം ഉള്ള ആൾക്കാരാണ് നമ്മളെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കറിയാം ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ 5ാം ക്ലാസ്സിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അവിടുന്ന് NCERT നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, 7ാം ക്ലാസ്സിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, +1 +2ലേക്ക് ആ ഭാഗത്ത് നിന്ന് പോയിട്ടുണ്ടോ അതോ ഡിഗ്രിയിലേക്ക് പോകണോ, ഇതൊക്കെ അവർക്കറിയാം. അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ടാണ് ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ചോദ്യങ്ങളൊന്നും വേണ്ട. NCERT ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക SCERT ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, സബ്ജക്റ്റ് എക്സ്പെർട്ടാണ് നമ്മളെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കറിയാം 5ാം ക്ലാസ്സിൽ വേണ്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഭാഗത്ത് വേണോ അത് അവരെടുക്കും, +2ലുള്ള കാര്യങ്ങളുണ്ടോ അതെടുക്കും, ഡിഗ്രിയിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ടോ അവർക്കറിയാം ഏതൊക്കെ ഭാഗത്തുനിന്ന് ഇതായിട്ടാണ് അവർ റിസർച്ച് ചെയ്തിട്ടാണ് ഈ പറയുന്ന ക്ലാസ്സുകൾ എടുക്കുന്നത്. വർഷത്തോളം എന്താ പറയുക ഈ മേഖലയിൽ അനുഭവ സമ്പത്തുള്ള പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, മുഴുവൻ സിലബസ് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ക്ലാസ് എന്ന് നോക്കണം എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട, അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്കറിയാം ഏത് ലെവലിലേക്ക് ഓരോരോ ഭാഗത്തു നിന്നും പോകണം. അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വർഷങ്ങളോളം അധ്യാപന പരിചയമുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ നിയമന നില സംവരണ അടിസ്ഥാനത്തിൽ എവിടെ അപേക്ഷിച്ചാൽ കൂടുതൽ സാധ്യത ആ ഒരു പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ കട്ട് ഓഫ് പറഞ്ഞപ്പോഴാണ് നേരത്തെ ആ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഓരോരോ ലെവലിനനുസരിച്ചാണ് എക്സാമിനേഷൻ വരിക. ഈസി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യും കുട്ടികൾ. അപ്പോൾ കമ്പാരിറ്റീവ്ലി കട്ട് ഓഫ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. പിന്നെ ഒരു ആവറേജ് ലെവൽ എക്സാമിനേഷൻ ആണെങ്കിലും ഒരുവിധം നല്ല രീതിയിൽ മാർക്ക് വരും. ടഫ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചിലപ്പോൾ ഒരു ആദ്യ റാങ്ക് വാങ്ങിയ കുട്ടി 70 മാർക്കാണ് വാങ്ങിച്ചില്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചോടേ വരുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ കട്ട് ഓഫ് വിൽ ബി, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇത് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശാസ്ത്രീയമായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാവശ്യത്തെ പരീക്ഷ നടത്തിയപ്പോൾ ഏതാണ്ട് ഒരു 50 മാർക്ക് നിലവാരത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, മലപ്പുറത്ത് 59.33 ആണ്, അതുപോലെ കോഴിക്കോട് 58 മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഒരേ നിലവാരത്തിലുള്ള പരീക്ഷ നടത്തിയപ്പോഴും ചില ജില്ലകളിൽ 60 മാർക്ക്, ഇപ്പോൾ മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ 60 മാർക്കിൻ്റെ കട്ട് ഓഫ് വന്നു. കാരണം എന്താണ്, അവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൂടുതലാണ്. അത് ഇത്തവണയും ആപ്ലിക്കേഷൻ നമ്പർ അവിടെ തന്നെ കൂടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേക്കൻസി, ഇപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് വരുമ്പോൾ വേക്കൻസി അറിയാം, വേക്കൻസി കൂടുതലാണ്, അതുകൊണ്ട് അവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കട്ട് ഓഫ് എന്നുള്ളത് നമുക്ക് പ്രീ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ വർഷം നമുക്കൊരു 75 മുതൽ 80 മാർക്ക് അല്ലെങ്കിൽ 90 മാർക്കായിരിക്കും കട്ട് ഓഫ് എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതാ ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ അനുബന്ധിച്ചിരിക്കും. ഇഫ് ദാറ്റ് ഇസ് എൻ ഈസി എക്സാമിനേഷൻ ദ കട്ട് ഓഫ് വിൽ ബി ഹയർ. അത് ഓരോരോ ജില്ലയിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിഫ്ലക്ട് ചെയ്യും അവിടെ എത്ര അപേക്ഷകൾ വന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏതാണ്ട് നോക്കുമ്പോൾ 51 മുതൽ ഒരു 55 വരെയൊക്കെയാണ് കൂടുതൽ ഭാഗത്തു നിന്ന് മാർക്കുകൾ വന്നിട്ടുള്ളത്. 47 എറണാകുളം പോലുള്ള ജില്ലകളിൽ 47.21, ഒരു 47 മുതൽ 58 മാർക്ക് വരെയാണ്. അപ്പം പല ജില്ലകളിൽ പല രീതിയിലാണ്, ഒരേ നിലവാരത്തിലുള്ള പരീക്ഷയാണ് നടത്തിയത് അല്ലേ, ഒരേ ഒറ്റ പരീക്ഷയാണ് നടത്തിയിട്ടുള്ളത്. ആ ഒരൊറ്റ പരീക്ഷയിൽ വിവിധ ജില്ലകളിൽ വിവിധ കട്ട് ഓഫുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഏത് ജില്ല ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതിന് ഒരു എന്താ പറയുക ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കട്ട് ഓഫ്. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫും ഈ പ്രാവശ്യത്തെ കട്ട് ഓഫും തമ്മിൽ യാതൊരു പുലബന്ധം പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഇത്തവണ വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു, വേൾഡിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം കുറെ കൂടുതൽ, അങ്ങനെയൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അതൊക്കെ മിക്സപ്പ് ചെയ്ത് വരാം. പിന്നെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടഫ് ആയിരിക്കാം, ഈസി ആയിരിക്കാം, അതിനൊക്കെ അനുസരിച്ചിരിക്കും കട്ട് ഓഫ് എന്നുള്ളത്. പക്ഷേ ജില്ലാ അടിസ്ഥാനത്തിൽ അതിലൊരു വേരിയേഷൻ വരും. അത് ആപ്ലിക്കേഷൻ നമ്പർ അനുസരിച്ചും ആ പറയുന്ന ആപ്ലിക്കേഷൻ നമ്പറിൽ എത്രത്തോളം കൂടുതൽ പേര് സജീവമായി അതിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചുമാണ് അവിടുത്തെ കട്ട് ഓഫ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ കട്ട് ഓഫ് കൂടുതലായിരുന്നു. ഏറ്റവും കുറവ് കട്ട് ഓഫ് 47 പോലെയുള്ള കട്ട് ഓഫ് ആലപ്പുഴ എറണാകുളം ജില്ലകളിലൊക്കെ 47 പോലെയുള്ള കട്ട് ഓഫുകൾ വന്നിട്ടുണ്ട്.
ബാക്കിയുള്ളിടത്തൊക്കെ ഒരു 50 ഒരു പത്തനംതിട്ടയിൽ 48.3, കൊല്ലം തിരുവനന്തപുരമൊക്കെ 53 ആ ഒരു നിലവാരത്തിലായിരുന്നു. ഓരോ ജില്ലയുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ഏത് ജില്ലയിലേക്കാണ് റഷ് കൂടുതലുള്ള, ആപ്ലിക്കേഷൻ നമ്പർ കൂടുതൽ പഠിക്കുന്നതാ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തത് നിങ്ങൾ എന്താ പറയുക, ഇതൊരു റൊട്ടേഷൻ ചാർട്ടാണ്. ഇത് നിങ്ങളുടെ സംവരണം അടുത്തൊരു പേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നിങ്ങളെ സംവരണത്തിൻ്റെ ടേൺ എങ്ങനെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഓഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഓഡ് നമ്പേഴ്സ് ഈസ് ഗിവൺ ഫോർ എന്താ പറയുക ഓപ്പൺ കോമ്പറ്റീഷൻ, അതായത് ജനറൽ കാറ്റഗറിക്കാണ്. ഇവിടെ വ്യത്യാസം പുതിയതായിട്ട് വന്നിട്ടുള്ളത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 10% PSC സംവരണം ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു തസ്തികയ്ക്ക് അപ്ലിക്കബിൾ ആണ്. കാരണം അത് ഒക്ടോബർ മുതലാണ് പ്രാബല്യത്തിൽ, 2020 ഒക്ടോബർ മുതലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലുണ്ട്. അതുകൊണ്ട് ആ 9, 29, 49, 69 അങ്ങനെ 9കളിൽ അവസാനിക്കുന്നത് 9, 19, 39, 59, 79, 99 അങ്ങനെ അവസാനിക്കുന്നു. 9കളിൽ അവസാനിക്കുന്ന എല്ലാ കാര്യങ്ങളും OC മാറിയിട്ട് എന്തായി EWS ആയി. അപ്പോൾ ഓഡിലാണ് OC വന്നിരുന്നത് വെച്ചാലും ഇപ്പോൾ ഈ പറയുന്ന 9കളിൽ വരുന്ന എന്താ പറയുക ഓപ്പൺ കോമ്പറ്റീഷൻ ജനറൽ എന്ന് പറയുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷനായി. പക്ഷേ ബാക്കി എല്ലാ ഈവൻ നമ്പേഴ്സും എന്താണ്, ബാക്കി എല്ലാ ഈവൻ നമ്പേഴ്സ് എല്ലാം സംവരണമാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം 50% ജനറലും 50% മെറിറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അത് മാറിയിട്ട് എന്തായി 40% ജനറൽ, 60% സംവരണം എന്നുള്ള രീതിയിലായി. പിന്നെ റാങ്ക് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് ടേൺ അവരുടെ ആക്ടിവേറ്റ് ആയിട്ടില്ലെങ്കിലും ദേ വിൽ ബി കൺസിഡർഡ് ആസ് ജനറൽ, ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ശാസ്ത്രീയമായി കൂടുതൽ ഞാൻ അതിൻ്റെ എന്താ പറയുക സങ്കീർണതകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു റൊട്ടേഷൻ ചാർട്ട്. ഈ പ്രകാരം റൊട്ടേഷൻ ചാർട്ട് പ്രകാരം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ ടേൺ എവിടെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദീപരൊക്കെ ആകെ ഒരൊറ്റ ടേണേ വരുന്നുള്ളൂ, 50ാമത്തെ ടേണിലേ അവർ ആക്ടിവേറ്റ് ആവുന്നുള്ളൂ. പിന്നെ ഈ എന്താ പറയുക ഈ BT ഈഴവ ബിയ എന്താ പറയുക തീയർ ആ സമുദായമാണ് വരുന്നത്. OC. SC സ്റ്റാൻഡ്സ് ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, M ഫോർ മുസ്ലിം, ലാറ്റിൻ കത്തലിക്സ്, EWS, OBC അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. V സ്റ്റാൻഡ്സ് ഫോർ വിശ്വകർമ്മ, EWS, EBT അങ്ങനെ വരുന്നുണ്ട്. SIUC നാടാര് 38ാമത്തെ പൊസിഷനിലാണ് വരുന്നത്. OBC അങ്ങനെയുള്ളതൊക്കെ നോക്കുക. പിന്നെ SCCC അത് 48ലാണ് വരുന്നത്. അതൊക്കെയാണ്. ഹിന്ദു നാടാർ 60ലാണ് വരുന്നത്. പിന്നെ EBT ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ ടേണുകൾ നിങ്ങൾ നോക്കി വെക്കുക. ഈ രീതിയിൽ 100ൽ എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ലേറ്റസ്റ്റ് അഡ്വൈസ് ചാർട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. എല്ലാറ്റിലെയും റാങ്ക് ലിസ്റ്റ് 2018ലാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടെ 9, 9, 7, 6, 9, 9, 8, 8, 10, 10, 9, 9, 9, 10. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. പത്തനംതിട്ടയിലെ 6ാം മാസത്തിൽ ജൂൺ മാസം ഈ 26ാം തീയതി അവിടുത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരും. പിന്നെ ഈ പറയുന്ന എന്താ പറയുക പലതും 10ാം മാസത്തിലൊക്കെയാണ് കാലാവധി തീരുന്നത്. ഇനിയിപ്പോൾ നീട്ടില്ല എന്നുള്ളതൊന്നും ഇതിനെക്കുറിച്ചൊന്നും നമ്മളെ തീരുമാനമല്ല. അതൊക്കെ നീട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക അഡ്വൈസൊക്കെ പോകുന്നുണ്ട്. സ്കൂളുകൾ തുറക്കാത്തത് കാരണം അവർക്ക് സ്കൂളിൽ പോയിട്ട് ചേരാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ജില്ലയുടെയും ലേറ്റസ്റ്റ് ഇപ്പോൾ നിലനിൽക്കുന്ന അഡ്വൈസ് സ്റ്റാറ്റസ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വൈസ് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ മൊത്തം 87 നിയമനങ്ങൾ നടന്നു. ഓപ്പൺ കോമ്പറ്റീഷൻ 65 വരെയാണ് പോയത്. ഈഴവ 79 വരെ പോയി. ഷെഡ്യൂൾഡ് കാസ്റ്റ് 72ാമത്തെ റാങ്കുകാരനെ വരെ വിളിച്ചു. STയിലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5ാമൻ വരെ പോയി. മുസ്ലിം 88 വരെ പോയി. ലാറ്റിൻ കത്തലിക് 108 വരെ പോയി. OBC 70 വരെ പോയി. വിശ്വകർമ്മ 103ാമത്തെ പൊസിഷൻ വരെ പോയി. SIUC നാടാര് വിത്തിൻ OC. WOC എന്ന് പറയുന്നത് വിത്തിൻ OC ആണ്, അതായത് OCക്ക് ഉള്ളിൽ തന്നെ. അപ്പോൾ 65ൻ്റെ ഉള്ളിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അർത്ഥം. വിത്തിൻ WOC എന്ന് പറഞ്ഞാൽ വിത്തിൻ OC ആണ്. ഹിന്ദു നാടാര് 123 വരെ പോയി. SCCC എന്ന് പറയുന്നത് എന്താണ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1ാമനെ വരെ എടുത്തു. വര സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1ാമനെ വരെ എടുത്തു. പിന്നെ ടോട്ടലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓരോ ജില്ലകളെയും നിങ്ങൾക്ക് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് മലപ്പുറം ജില്ലയിലാണ്. അത് വിചാരിച്ച് മലപ്പുറം ജില്ലയിലേക്ക് അങ്ങോട്ട് ചാടി കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടു 59.33 കട്ട് ഓഫ്. അപ്പോൾ ഇത്തവണ 171 നിയമനങ്ങൾ നടന്നതുകൊണ്ട് എന്തായാലും ആപ്ലിക്കേഷൻ നമ്പർ വിൽ ബി ഹയർ സൈഡ് ഫോർ മലപ്പുറം. മലപ്പുറത്തിനെ സംബന്ധിച്ച് ഹയർ സൈഡിലായിരിക്കും ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ നമ്മൾ UP ഒക്കെ നോക്കിയപ്പോൾ അറിയാം മറ്റ് ജില്ലകളിൽ വന്നതിൻ്റെ 3 ഇരട്ടി ആപ്ലിക്കേഷൻ. 7000 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നിൽക്കുന്ന 7000 ആണെങ്കിൽ അവിടെ 21,000 ആപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ശാസ്ത്രീയത ഇവിടെയും കടന്നു വരാം. പിന്നെ ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് കോഴിക്കോടാണ്.
അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോരുത്തർക്ക് എവിടെ അപ്ലൈ ചെയ്യണം ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇതിൽ പല മാറ്റങ്ങളും വരാം. ഒന്ന്, ഞാൻ ഇവിടെ ആദ്യം തന്നെ പറയുകയാണ്, ഇവിടുത്തെ കാസ്റ്റ് ആൻഡ് ക്രീഡ് ആയിട്ടുള്ള പേരുകൾ ഉപയോഗിക്കുന്നത് തികച്ചും ഭരണഘടനാപരമായി മാത്രമാണ് എന്നുള്ളത് ഒന്ന്. പിന്നെ ഇവിടെ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് സംവരണം എന്ന് പറയുന്നത് ജനറലിനേക്കാൾ എക്സീഡ് ചെയ്ത് വരുന്ന സമയത്ത് സംവരണം സ്റ്റോപ്പ് ചെയ്തിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിനെ അവസാനം നിയമിക്കും. പിന്നീട് ആ സംവരണം പിടിച്ചു വെച്ച സംവരണങ്ങൾ ചിലപ്പോൾ അടുത്ത ലിസ്റ്റിലാവും കൊടുക്കുക. അപ്പോൾ അതിനെ ടേൺ ഓവർ പാസ് എന്ന് പറയും. അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളിലേക്കൊന്നും നിങ്ങൾ കൂടുതൽ പോകണ്ട, അതൊക്കെ കൂടുതൽ സങ്കീർണമാണ്, ഞാൻ പറയുകയാണ്. പിന്നെ അടുത്ത ഈ പറയുന്ന റാങ്ക് ലിസ്റ്റുകളെല്ലാം അവസാനിച്ച് വരുന്ന ഫ്യൂച്ചർ വേക്കൻസീസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതെല്ലാം എവിടെ പോയിട്ടാണ് സംവരണം നിൽക്കുന്നത്, പിന്നെ അവിടെ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സംവരണം എവിടെ പോയിട്ടാണോ നിൽക്കുന്നത് അവിടെ പോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഓഡ് നമ്പർ എന്ന് പറയുന്നത്, അല്ലെ ഈവൻ നമ്പർ എന്ന് പറയുന്നത്, അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. എവിടെയാണ് അപ്പോൾ ഈ ചെറിയ നിയമനങ്ങളൊക്കെ നടന്ന ജില്ലകൾ നോക്കുക. അപ്പോൾ ആലപ്പുഴയിലൊക്കെ പറയുന്നത് എന്താണ് പറയുന്നത്, ഇപ്പോൾ SC വരെ വിത്തിൻ OC ആണ്. അപ്പോൾ അവിടെയൊക്കെ ഏത് സംവരണത്തിലാണോ അവസാനിച്ചത് അവിടുന്നാണ് പിന്നീട് തുടങ്ങുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ടേൺ ഓവർ പാസ് ഇമ്പോർട്ടൻ്റ് ആണ്, എവിടുന്നാണ് തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഈ വരുന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ആ ഒരു 3 വർഷ കാലഘട്ടത്തിൽ എത്ര വേക്കൻസീസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രീപ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ധാരാളം റിട്ടയർമെന്റ്സ് ഉണ്ട്. പൊതുവിദ്യാലയങ്ങളിലേക്ക് പൊതുവെ കുട്ടികളുടെ എന്താ പറയുക, നമുക്കറിയാം പൊതുവിദ്യാലയങ്ങൾ ഇപ്പോൾ അതിൻ്റെ നിലവാരം വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ഫീസൊന്നും താങ്ങാൻ പറ്റാത്തത് കാരണം ഒരുപാട് കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്നതുണ്ട്. ഈ 2 റീസൺ, ഒന്ന് റിട്ടയർമെന്റ് കൂടുതലായതുകൊണ്ടും പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ ഒഴുക്ക് കൂടുതലായതുകൊണ്ടും തസ്തികകളുടെ നമ്പർ കൂടാനുള്ള സാധ്യത തന്നെയുള്ളൂ. അപ്പം നല്ല രീതിയിൽ പഠിക്കുക, വളരെ നല്ലൊരു അവസരമാണ്. എനിക്ക് എസ്പെഷ്യലി ഈ ഒരു ഇതിൽ പറയുന്നത്, ഞാൻ പറയാണ്, ഈ കൺസേൺഡ് ഡിഗ്രി നിങ്ങൾക്കുണ്ട്, അതിലുള്ള BEd ഉണ്ട്, പറയുന്ന എന്താ പറയുക MPhilോ സെറ്റോ നെറ്റോ ഒക്കെ ഉണ്ട്. കേട്ടിട്ട് 3 ഇല്ലാത്തവർക്ക് അതൊക്കെ എക്സെപ്റ്റഡ് ആണ് കേട്ടോ. MEd ഉണ്ട്, MPhil ഉണ്ട്, നെറ്റ് ഉണ്ട്, സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊന്നും വേണ്ട എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് പരമാവധി എഫർട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമ്മളും ചെയ്തുതരാം. നമ്മളെ കോഴ്സുമായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരു സക്സസ്സിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇതിൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ നോക്കുക. 46,000 രൂപ ഗ്രോസ് സാലറി കിട്ടുന്ന ഒരു പ്രസ്റ്റീജിയസ് പൊസിഷനാണ്. ഫ്രസ്ട്രേഷൻസ് എല്ലാം ഒഴിവാക്കാം, ലൈഫ് ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പറയുന്ന തസ്തികയ്ക്ക് ക്വാളിഫൈഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അവരുടെ ആ ഒരു മടിയിൽ നിന്നൊക്കെ ഉണരുക. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. എല്ലാറ്റിൽ നിന്നും മാറി നമ്മളെ ആലസ്യങ്ങളെയും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മളെ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഉണർന്ന് ഇതിനു വേണ്ടി സജീവമായി പഠിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു 46,000 രൂപ ഗ്രോസ് സാലറി ഉണ്ട്. സോഷ്യൽ സ്റ്റാറ്റസ് നല്ലുള്ള ഒരു തസ്തികയാണ് HST എന്ന് പറയുന്നത്. പേപ്പർസ് ഒക്കെ 46,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങളെ സ്കെയിൽ തന്നെ നല്ലൊരു സ്കെയിലായി മാറും. അപ്പോൾ നല്ല രീതിയിലൊരു സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടും. ലൈഫ് വിൽ ബി ആൻ ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജോലി മാത്രമല്ല നമ്മുടെ ജീവിതം, നമുക്ക് ജീവിതവും ഉണ്ട് എന്നുള്ളത് നമ്മളെ അധ്യാപന മേഖലയിലേക്കൊക്കെ വരാം. പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, നമുക്ക് എന്താ പറയുക, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സമൂഹത്തിനൊക്കെ എന്തെങ്കിലും വേണ്ടി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു അധ്യാപകനാവുക എന്നുള്ളത് പറയുന്നത് പല ആൾക്കാർക്കും വെളിച്ചം അല്ലെങ്കിൽ മാർഗം നൽകുന്ന ഒരു റോളാണ് ഒരു അധ്യാപകനുള്ളത്. പല ആൾക്കാർക്കും വഴി വെട്ടിക്കൊടുക്കുന്ന വഴി കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലും സോഷ്യലി ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള വളരെയധികം ഒരു സർവീസ് പ്രൊഫഷനാണ് ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു HST ലെവലുള്ള അധ്യാപകൻ. കാരണം 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായ ഒരു വിവരമായി അവരെ നല്ലൊരു പൗരനാക്കാം. മൂല്യങ്ങളും നമുക്കറിയാം, മൂല്യച്യുതികൾ നേരിടുന്ന കാലഘട്ടമാണ്. മൂല്യങ്ങളുള്ള പൗരന്മാരാണ് ഇനി വേണ്ട ഒരു കാലഘട്ടത്തിന് ആവശ്യം. സർവത്ര മായമാണ് വേറല്ലേ, നമുക്ക് എല്ലാറ്റിലും ബിസിനസ്സാണ്, എല്ലാറ്റിലും മായമാണ്. അപ്പൊ ആർക്കും എന്താണ് പറയുന്നത്, മൂല്യങ്ങളില്ല. അപ്പൊ മൂല്യങ്ങളുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണാവസരമാണ്. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ഗെറ്റിംഗ് എ ഗുഡ് പാക്കേജ്, ഗുഡ് സോഷ്യൽ ലൈഫ്, ഗുഡ് സോഷ്യൽ എന്താ പറയുക റെസ്പെക്റ്റ്, എല്ലാ രീതിയിൽ കൊണ്ടും നല്ലൊരു പൊസിഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നിയമന നിലയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് വെറുതെ ഓരോ കാര്യങ്ങൾ വെറുതെ ഒന്ന് എങ്ങനെ ഇത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിയമനം നടന്ന ജില്ലയായ മലപ്പുറത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ 134. അവിടെ റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് ആണ് ഈ പറയുന്നത് കേട്ടോ. മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നത് 17/10/2018. OC 134. ഈഴവ അല്ലെങ്കിൽ ഈ പറയുന്ന OBC ഒക്കെ നമ്മളെ എസ്പെഷ്യലി ശ്രദ്ധിക്കുക. വലിയൊരു ഡിഫറൻസ് ഒരിക്കലും ഓപ്പൺ കോമ്പറ്റീഷനായിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ ട്രിവാൻഡ്രത്ത് നോക്കി നോക്കൂ, 65 നിയമനങ്ങൾ നടന്നപ്പോൾ ഈഴവ 79 ഉണ്ടായിട്ടുള്ളൂ. കൊല്ലത്ത് 67, 66 വിത്തിൻ OC തന്നെയാണ് അവിടെ. ആലപ്പുഴ 9 പോയപ്പോൾ 12. വലിയൊരു വ്യത്യാസം നമുക്ക് മാർജിൻ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് OBC. SC ഒക്കെ കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ട്രിവാൻഡ്രത്തൊന്നും SCക്ക് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടില്ല, കൊല്ലത്തും വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടില്ല.
ആലപ്പുഴയൊന്നും കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ അങ്ങനെയുള്ളൊരു കാര്യം നോക്കണം. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലയിലൊക്കെ നിയമനങ്ങൾ പരമാവധി കുറഞ്ഞ ജില്ലകളാണ്. ഇടുക്കി പോലുള്ള ജില്ലകളൊക്കെ, അതിനൊക്കെ വേണമെങ്കിൽ ഒന്ന് അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ മാറ്റി നിർത്തി മറ്റ് ജില്ലകളിലൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ഞാൻ പറഞ്ഞു ഫ്യൂച്ചർ വേക്കൻസീസ് എനിക്ക് പറയാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് നോട്ട് ഇൻ മൈ ഹാൻഡ്, അതും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശാസ്ത്രീയമായി പരിശോധിക്കാം. പിന്നെ ഇപ്പോൾ ഇതിൽ OBC എന്ന് പറയുമ്പോൾ അവർക്കറിയാം ഇതുണ്ടല്ലേ 65, 70, 67, 83, 9 ഇവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, 58, 10, 30. എന്നിരുന്നാലും OBC പല ഭാഗത്തും ഇപ്പോൾ വലിയ നിയമനം നടന്ന ജില്ലയിലൊക്കെ ആണെങ്കിൽ 134, ഇവിടെ OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് രണ്ടാമനെ വരെ വന്നിട്ടുണ്ട്. കോഴിക്കോട് പോലുള്ള ജില്ലകൾ വിത്തിൻ OC തന്നെയാണ് വന്നിട്ടുള്ളത്. SC ഒക്കെ ഈ പറയുന്ന രീതിയിൽ കൊല്ലം ഈ പറയുന്ന ജില്ലകളിലൊന്നും വലിയ അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പാലക്കാട് ജില്ലയിൽ 32 ജില്ലകൾ നടന്നപ്പോൾ SC 86 വരെ എത്തിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. മലപ്പുറം ജില്ലയിൽ 134, അവിടെ 200 പേരുടെ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്, അവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് 3-ാമൻ വരെ വന്നിട്ടുണ്ട്. കോഴിക്കോട് 82 നിയമനങ്ങളാണ് നടന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റ് 1-ലേക്ക് വന്നിട്ടുണ്ട്. വയനാട് സപ്ലിമെൻ്ററി ലിസ്റ്റ് 1-ലേക്ക് വന്നിട്ടുണ്ട്. കണ്ണൂർ എല്ലാ ആൾക്കാരെയും എടുത്തിട്ടുണ്ട്, എല്ലാ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ എല്ലാവരെയും കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാസർഗോഡ് സപ്ലിമെൻ്ററി ലിസ്റ്റ് 10. പിന്നെ ST ഒക്കെ എന്തായാലും ST ഒക്കെ നിങ്ങൾ എന്താ പറയുക, ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾ അതിന് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി. SC ST കാറ്റഗറിയിലൊക്കെ പറയുന്ന ആൾക്കാർ ഏത് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അഡ്വാൻറ്റേജ് ഉള്ള ജില്ലകൾ അവർ കണ്ടെത്തുക, എന്നിട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി 100% നിങ്ങൾക്ക് ജോബ് കിട്ടും. അത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. ആ പറയുന്ന മേഖലയിലുള്ള ആൾക്കാർ ഉയർന്നു വരിക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മുടെ ഭരണഘടന അതാണ് അനുഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ റിസർവേഷൻ തരുന്നത്. ആ റിസർവേഷനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു വന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ജോലി കിട്ടും. മുസ്ലിമൊക്കെ നോക്കാം, നമുക്കിപ്പോൾ 88 നിയമനങ്ങൾ, വലിയൊരു അഡ്വാൻറ്റേജ്. കൊല്ലം പോലുള്ള ജില്ലയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റ് 1-ലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയിലൊന്നും വലിയൊരു ഇത് കിട്ടില്ല. ഇടുക്കി പോലുള്ള ജില്ലയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നിട്ടുണ്ട്, പക്ഷേ നിയമനങ്ങൾ വളരെ കുറവാണ്, അപ്പോൾ അവിടെ സൂക്ഷിച്ച് അപ്ലൈ ചെയ്യണം. പാലക്കാട് ജില്ലയിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. മുസ്ലിം കണ്ടോ, 32 നിയമനങ്ങൾ നടന്നപ്പോൾ 106-ാമത്തെ ആളെ വരെ എടുത്തിട്ടുണ്ട്. കാസർഗോഡ് സപ്ലിമെൻ്ററി ലിസ്റ്റ് 7 വരെ എടുത്തിട്ടുണ്ട്, നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ലാറ്റിൻ കത്തലിക്സിനെ എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് 108, ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. കൊല്ലം ജില്ലയിൽ, കോട്ടയം ഒന്നും നോക്കേണ്ട, കുറച്ച് നിയമനങ്ങൾ നടന്നതാണ്, അതുകൊണ്ട് അവിടെ ശ്രദ്ധിച്ചിട്ടേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. തൃശ്ശൂർ 42 നിയമനങ്ങൾ നടന്നപ്പോൾ SL 1, 53 നിയമനങ്ങൾ നടന്നത് സാമാന്യം നല്ല നിയമനങ്ങളാണ്. മലപ്പുറത്ത് 160, വലിയൊരു ഡിഫറൻസ് ഇല്ല. കോഴിക്കോടൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, സപ്ലിമെൻ്ററി ലിസ്റ്റ് 4. കണ്ണൂരും കാസർഗോഡും ലാറ്റിൻ കത്തോലിക്സിന് എല്ലാവരെയും സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവരെ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ രീതിയിലാണ് നിങ്ങളിത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വിശ്വകർമ്മ പിന്നെ ടേൺ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കണം കേട്ടോ, 100-ൽ എത്ര ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ പരിശോധിക്കണം. വിശ്വകർമ്മയൊക്കെ നോക്കുമ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എവിടെ. വിശ്വകർമ്മ ഇപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് കോഴിക്കോട് 101 നിയമനങ്ങൾ നടന്നതാണ്, അവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1-ലേക്ക് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. ഇവിടെ 81 നിയമനങ്ങൾ നടന്നപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1-ലേക്ക് വന്നിട്ടുണ്ട്, അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ആ രീതിയിലേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. SIUC നാടാരും ഹിന്ദു നാടാരൊക്കെ ഇതേ രീതിയിൽ ശാസ്ത്രീയതയിലാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഒരു ലേറ്റസ്റ്റ് അഡ്വൈസ് ചാർട്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതാണ് നമ്മുടെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ ഈ പറയുന്ന കേരള PSC HSA HST സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും ഈ പറയുന്ന രീതിയിൽ അതൊക്കെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആപ്ലിക്കേഷനൊക്കെ നന്നായിട്ട് പരിശോധിക്കുക. അതെല്ലാം ആ രീതിയിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ കുട്ടികളെ നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്രയും നല്ലൊരു പോസ്റ്റാണ്, ഗവൺമെൻറ് സർവീസിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു ചാമിങ് പോസ്റ്റാണ്. പരമാവധി അതിനു വേണ്ടി പഠിക്കുക. അതിനുള്ള സജ്ജീകരണങ്ങൾ, നമ്മളുടേതായ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഏതൊക്കെ ഡിഗ്രിക്കാർക്ക് അത് അപ്ലൈ ചെയ്യാം, കൊമേഴ്സുകാർക്കൊക്കെ എസ്പെഷ്യലി ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദേ ആർ എലിജിബിൾ. എന്തെങ്കിലും ഇനെലിജിബിലിറ്റി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പറഞ്ഞു. പിന്നെ സിലബസിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ അനലൈസേഷൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങൾക്കൊരു അടിത്തറ ഉണ്ട്. പ്രപ്പ് സ്കെയിൽ കോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മളത് വളരെ റിഫൈൻഡ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ പറയുന്ന നമുക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ 5ാം ക്ലാസ് മുതലുള്ള 12ാം ക്ലാസ് വരെയുള്ള SCERT പുസ്തകങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ ചിലത് ഡിഗ്രിക്ക് നോക്കണം. അതൊന്നും ശാസ്ത്രീയമായിട്ട് എളുപ്പമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഓരോരോ സബ്ജക്റ്റും ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് കേരളത്തിലെ തന്നെ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ ഈ മേഖലയിലെ അധ്യാപകരാണ്. അപ്പോൾ അവർക്കറിയാം ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അത്രയും നല്ല ക്ലാസ്സുകളാണ് തരുന്നത്. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, PDF നോട്ടുകൾ തരും. എക്സാമിനേഷൻ പല രീതിയിലുള്ള റിവിഷൻ എക്സാമിനേഷൻ ഉണ്ട്. ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്ട്രാറ്റജി, അതാണ് നമ്മൾ ഏറ്റവും നമുക്കൊരു സക്സസ് ഉണ്ടാക്കി തന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു പുതിയ ബാച്ച് 14/6/2021 ആരംഭിച്ചിട്ടുണ്ട്.
കോവിഡ് സാഹചര്യം നിലനിൽക്കെ നമ്മളൊരു പ്രത്യേക ഓഫർ ഈ സോഷ്യൽ സയൻസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്, മറ്റുള്ള സബ്ജക്റ്റുകൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റിയും കൂടി നമ്മൾ അവിടെ ഉണ്ട്. അപ്പോൾ താരതമ്യേന 1 ഇയർ കോഴ്സാണ് കിട്ടുക. ഒരു വൺ ടൈം പേയ്മെൻറ്റ് അടയ്ക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ അതിൽ ചെറിയൊരു ഡിഫറൻസ് വരും. എന്നിരുന്നാലും ഈ ഒരു നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമായ ഒരു പരിക്കുകളെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ നമ്മൾ കട്ട് ഓഫും ഈ പറയുന്ന ലേറ്റസ്റ്റ് നിയമന നിലയും കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫും ഈ പറയുന്ന സംവരണ ചാർട്ടും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പറയുന്ന എന്താ പറയുക ഈ പറയുന്ന ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ഈ പറയുന്ന കാര്യത്തിൽ ഉപകരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് HST സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. A to Z കാര്യങ്ങൾ നമ്മളവിടെ പരാമർശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഈ സോഷ്യൽ സയൻസ് ഈ രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവർക്കത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു പ്രൊഫ് സ്കെയിൽ കോഴ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ പറയുന്ന കോഴ്സ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പറയുന്ന സെഷൻ ഈസ് ഡൺ ഫോർ HST സോഷ്യൽ സയൻസ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.